നാം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ആയിരിക്കുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാനും മായമില്ലാത്ത ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ദൈവം തരുന്ന അവസരം വളരെ വിലപ്പെട്ടതാണ്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആത്മീക നേതൃത്വം നൽകുന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ ജോൺസൺ ഡാനിയേൽ, തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, വിവിധ സ്ഥലങ്ങളിൽ അഹോരാത്രം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന കർത്തൃദാസന്മാർ, ഈ വേലയെ ഓർത്ത് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിമാർ, ഈ യോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി തങ്ങളാൽ ആവോളം അധ്വാനിക്കുന്ന എല്ലാ വിശുദ്ധന്മാർ, ഈ വചനം കേൾക്കാൻ വന്നു ചേർന്ന ശ്രോതാക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ വന്ദനം. ഇന്ന് രാത്രി നാം കർത്താവിന്റെ വചനം ധ്യാനിക്കുവാൻ വേണ്ടി തുടർന്നുള്ള സമയം വേർതിരിച്ചിരിക്കുന്നു. പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ശ്രദ്ധയോടും കൂടെ നമുക്ക് ദൈവവചന ധ്യാനത്തിന് വേണ്ടി തുടർന്നുള്ള സമയം പ്രയോജനപ്പെടുത്താം. കർത്താവിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, ഇരുവായി തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. ആകയാൽ ദൈവവചനത്തിന് നമ്മെ മുറിക്കുവാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് നാം അതിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വേണം ദൈവസന്നിധിയിലായിരിക്കാൻ. മുറിക്കുന്ന കൈകൊണ്ട് തന്നെ മുറിവ് കെട്ടുകയും ചെയ്യുമെന്ന് ദൈവവചനത്തിലുള്ളതിനാൽ ഇവയ്ക്ക് രണ്ടിനും മനസ്സോടെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ ആയിരിക്കാം. നാം ഇങ്ങനെ വായിക്കുന്നു, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ തന്നെ. മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ വായിക്കുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഓടുന്നു. അതെവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്ന് നീ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓരോ മനുഷ്യന്റെയും നിയന്ത്രണത്തിൽ അല്ല ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്. അത് ഇഷ്ടമുള്ളിടത്തേക്ക് ഓതുന്നു. ആത്മാവ് ഇഷ്ടമുള്ളതുപോലെ വരങ്ങളെ പകുത്തു കൊടുക്കും. പരിശുദ്ധാത്മാവിന് പരമാധികാരമുള്ളിടത്ത് ദൈവപ്രവൃത്തി നടക്കും. എന്നാൽ പരിശുദ്ധാത്മാവിനെ ആരെങ്കിലും കെടുത്തിക്കളയുകയോ വിലക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്താൽ ആത്മാവ് ആരെയും സമ്മർദ്ദം ചെലുത്തി ഒരു ജയമെടുക്കാൻ ശ്രമിക്കുകയില്ല. വിധേയപ്പെടുകയും വിനയപ്പെടുകയും ചെയ്യുന്നിടത്ത് ദൈവാത്മാവ് ശക്തിയോടുകൂടെ പ്രവർത്തിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനായി നമ്മെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് ഇന്ന് രാത്രി വചനത്താലും ആത്മാവിനാലും ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് രാത്രി പ്രസംഗിപ്പാൻ, സംസാരിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ദൈവം പ്രകാശനം തന്നത് ദൈവപ്രവൃത്തി എന്ന ഒരു സന്ദേശമാണ്. ഇതിന് നാം ഒരു വേദഭാഗം ആധാരമായി വായിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവം ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി നീ ചെന്ന് ഷീലോഹാം കുളത്തിൽ കഴുകുക എന്ന് അവനോട് പറഞ്ഞു. ഷീലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി കണ്ടുവരും. ഇവനല്ലയോ ഇവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അവൻ തന്നെ എന്ന് ചിലരും, അല്ല അവനെ പോലെയുള്ളവൻ എന്ന് മറ്റു ചിലരും പറഞ്ഞു. ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു. അവർ അവനോട്, നിന്റെ കണ്ണു തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചതിന് അവൻ, യേശു എന്ന് പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എന്റെ കണ്ണിന്മേൽ പൂശി ഷീലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. മതി, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം. ഈ സ്ഥലത്ത് ദൈവത്താൽ ആരംഭിക്കപ്പെട്ട ഈ പ്രവൃത്തിക്കായി സ്തുതിക്കും. ഇവിടെ നടത്തപ്പെടുന്ന
എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രി അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുള്ളതിനാൽ സ്തോത്രം. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുവാനും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യത്തിൽ വന്നതിനാൽ സ്തോത്രം. ഓരോരുത്തരും ആത്മാവിന്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ, തൊട്ടറിയുവാൻ രാത്രി കൃപ ചെയ്യണമേ. അസ്ഥിയോട് ചേരുവാൻ മാംസവും ഞരമ്പവും പിടിച്ച് ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റ് നിൽക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കാറ്റ് ഇന്ന് രാത്രി ഈ ജനത്തിന്റെ മേൽ ഓതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Praise the Lord, 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 praise the Lord. യഥാർത്ഥമായ ദൈവപ്രവൃത്തിക്കെതിരെ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടവ്യാപാരങ്ങളെയും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എത്തിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയവരെ പരസ്യ കാഴ്ചയാക്കിയ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. ജനമിന്ന് രാത്രി വിടുതൽ പ്രാപിപ്പാൻ, ദൈവ വചനത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഈ വായിച്ച 10 വാക്യങ്ങൾക്കകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്ര ഇങ്ങനെ സംഭവിച്ചു. ഇവിടെ ഒരു യാചകന്റെ കഥയാണ് വിവരിക്കുന്നത്. യാചകൻ എന്നതിലുപരി അന്ധനാണ്. അന്ധനും യാചകനും എന്നതിലുപരി ജന്മന അന്ധനാണ്. ഇതിൽ ഓരോന്നും അവന്റെ ശ്രേഷ്ഠതയല്ല, ന്യൂനതകളാണ്. ഓരോ സ്റ്റെപ്പും അവൻ മനുഷ്യ സമൂഹത്തിൽ നിന്ന് താഴോട്ടാണ്. ജന്മന അന്ധൻ. അവൻ വെളിച്ചം കണ്ടിട്ടില്ല, അവൻ മാതാപിതാക്കളെ കണ്ടിട്ടില്ല, അവൻ സ്നേഹിതരെ കണ്ടിട്ടില്ല. അവൻ എന്തൊക്കെയോ കേൾവി മാത്രമേ ഉള്ളൂ, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അവൻ സമൂഹത്തിൽ ധനികന്റെ വീട്ടിലല്ല ജനിച്ചത്. അവൻ വളരെ ദരിദ്രനാണ്. അവൻ വഴിയിലിരുന്ന് മറ്റുള്ളവരിൽ നിന്ന് യാചിച്ച് ജീവിക്കുകയാണ്. ഒരിക്കൽ പോലും അവൻ ജീവിതത്തിൽ ആനന്ദം അനുഭവിച്ചിട്ടില്ല. അവൻ ജനിച്ച് ദീർഘവർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു അതുവഴി വന്നു. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ഇവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? വിശദീകരണമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്താ അതങ്ങനെ സംഭവിച്ചത്? എന്താ ഇതിങ്ങനെ സംഭവിച്ചത്? എന്താ അവർക്ക് അങ്ങനെ സംഭവിച്ചത്? എന്താ എനിക്കിങ്ങനെ സംഭവിച്ചത്? എന്താ അവർക്കും ഇവർക്കും ഒക്കെ അതൊക്കെ ഉണ്ടായിട്ട് എനിക്കെന്താ ഇല്ലാത്ത? നീതിമാനായ ഒരു ദൈവമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഈ ചോദ്യം ഈ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല, അനേക വിഷയത്തെക്കുറിച്ച് ചോദിക്കാനുണ്ട്. ആരോട് ചോദിക്കും? ആരോടാ ചോദിക്കുക? എല്ലാവരും ഒരുപോലെ ചോദ്യങ്ങളുമായിട്ട് നടക്കുമ്പോൾ ആരാരോടാ ചോദിക്കുക? നിങ്ങൾ ഒരാളുടെ അടുക്കൽ നിങ്ങളുടെ ചോദ്യവുമായി ചെന്നാൽ അയാൾക്ക് നിങ്ങളോട് പല ചോദ്യം ചോദിക്കാൻ കാണും. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇവിടെ ആരുമില്ല. അത് കാരണം ആരും ചോദിക്കാതിരിക്കുക. യേശു ഈ ഭൂമിയിൽ ചോദ്യവുമായിട്ടല്ല വന്നത്, ഉത്തരവുമായിട്ടാണ് വന്നത്. യേശു ക്രിസ്തു ഏക ഉത്തരം, ഏക ഉത്തരം, ഏക ഉത്തരം. ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. അവനാണ് ഉത്തരം. സകല ചോദ്യത്തിന് ഉത്തരം, സകല സംശയത്തിന് ഉത്തരം.
നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഏത് വിഷയം ഉണ്ടെങ്കിലും രാത്രി കർത്താവിനോട് ചോദിച്ചാൽ മതി, കൃത്യമായ ഉത്തരം തരും. ആമേൻ. പ്രതീക്ഷിക്കാത്ത ധനനഷ്ടം, പ്രതീക്ഷിക്കാത്ത രോഗം, പ്രതീക്ഷിക്കാത്ത ആക്സിഡന്റ്, അപകടം, പ്രതീക്ഷിക്കാത്ത അപവാദം, പ്രതീക്ഷിക്കാത്ത അപമാനം ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്കതിനൊരു വിശദീകരണം ചിലപ്പോൾ ഇല്ലായിരിക്കും. എല്ലാ കാര്യത്തിനും ഇവിടെ നിങ്ങൾക്ക് വിശദീകരണം കിട്ടിയെന്ന് വരില്ല. വിശദീകരണം പറയാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ യേശുവിന്റെ അടുക്കൽ ഈ ചോദ്യവുമായിട്ട് വന്നാൽ നിങ്ങൾക്ക് തൃപ്തികരമായൊരു മറുപടി കർത്താവ് തരും. നിശ്ചയമായി തരും. നിങ്ങൾക്ക് തൃപ്തികരമായൊരു മറുപടി തരും. ഒന്നാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരാളുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ആ വ്യക്തി വിലയുള്ളവനായിരിക്കണം. നമ്മൾ പരിഗണിക്കാത്തൊരു മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമ്മൾ ഉത്തരം ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. എന്നാൽ നാം ആദരിക്കുന്ന ആളുകൾ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയും. വിശേഷിച്ച് ഒരു പോലീസ് ഓഫീസർ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കും. ഒരു വക്കീൽ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പറയിപ്പിക്കും. മജിസ്ട്രേറ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറഞ്ഞിരിക്കും. എല്ലാവരും ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞെന്ന് വരില്ല. നമ്മൾ പരിഗണിക്കാത്ത, നമ്മൾ ആദരിക്കാത്ത, അംഗീകരിക്കാത്ത ആളുകൾ ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഉത്തരം ചിലപ്പോൾ പറഞ്ഞു എന്ന് വരില്ല. പത്രത്തിലൊക്കെ വായിക്കുന്ന കേട്ടിട്ടില്ലേ, ആ ചോദ്യത്തിന് ഉത്തരം അർഹിക്കുന്നില്ല എന്ന് മന്ത്രിമാർ പറയുന്നത് കേട്ടിട്ടില്ലേ? പല ചോദ്യങ്ങളും നമ്മൾ ചിലപ്പോൾ പരിഗണിച്ചെന്ന് വരില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവസന്നിധിയിൽ വിലയുള്ളവരാണ്. കാരണം ഇവിടെ ഒരു മനുഷ്യനെ കുറിച്ച് ഇവർ ചോദിച്ചപ്പോ ആ മനുഷ്യൻ ആ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട വ്യക്തിയാണ്. അവൻ എന്തുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ആരും ഉത്തരം പറയാൻ അർഹരല്ല, അഥവാ ബാധ്യസ്ഥരല്ല. ആർക്കും പറയേണ്ട കാര്യമില്ല. എന്നാൽ അവന്റെ വിഷയത്തിലെ ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞെങ്കിൽ നിന്റെ വിഷയത്തിലെ ചോദ്യത്തിന് ഉത്തരം പറയാതിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യം? ഞാൻ വ്യക്തമാക്കാം, കുറച്ചുകൂടെ വ്യക്തമാക്കാം. ഈ അധ്യായത്തിന് വളരെ വാക്യങ്ങളുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ പരിശോധിച്ചു, 41 വാക്യങ്ങളുണ്ട് ഈ അധ്യായത്തിന്. എന്ന് പറഞ്ഞാൽ 1.5 പേജുണ്ട്. ഒരു യാചകനും അന്ധനും ദരിദ്രനുമായവന്റെ കഥയാണ് 41 വാക്യം എടുത്ത് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ബൈബിളിനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞോട്ടെ. ബൈബിൾ നീട്ടിക്കെട്ടി എഴുതുന്ന ഒരു നോവലല്ല. കാര്യങ്ങൾ ഇങ്ങനെ പൊലിപ്പിച്ച് 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 അലങ്കാരം കൂട്ടി നീട്ടി നീട്ടി ഒരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബുക്കല്ല ഇത്. സ്തോത്രം. എഴുത്തുകാർ വെറുതെ പുഴയെ കുറിച്ചൊക്കെ അങ്ങ് വർണ്ണിച്ച് അങ്ങ് പോകും. ഒരു കഥാപാത്രത്തിന്റെ വീട്ടിന്റെ വാതിൽക്കൽ കൂടെ പോണ പുഴയുടെ കാര്യം 36 പേജിൽ എഴുതും. കഥാപാത്രത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയാ. അതിനുശേഷം അവിടെ നിൽക്കുന്ന മരത്തിന്റെ കാര്യം 25 പേജ് എഴുതും. അങ്ങനെ ബൈബിളിലില്ല. തെളിവ് തരാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാര്യം 2 വാക്കിൽ ഒതുക്കി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമ്മളൊരു മതില് പണിതാൽ 3 ആഴ്ച പറയും. വീട് പണിതാൽ പറയുകയും വേണ്ട, ഹോളാവണമെങ്കിൽ ചിന്തിക്കുക പോലും വേണ്ട. ദൈവം തമ്പുരാൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കാര്യം 2 വാക്കിലേക്ക് പറഞ്ഞു നിർത്തി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിനെന്തുമാത്രം കഷ്ടപ്പെട്ടതൊന്നും പിന്നെ ഒരിടത്തും വിവരിച്ചിട്ടില്ല. അത് എങ്ങനെ സൃഷ്ടിച്ചു ഒന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല. അവിടെ ചെന്ന് ചോദിക്കാൻ നിർത്തിയുള്ളൂ. ഇതാണ് ബൈബിളിന്റെ രീതി. അതിനെക്കുറിച്ചൊരു വിശദീകരണം തന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തിയോളജിയന്മാർക്കൊക്കെ ആഗ്രഹമുണ്ട്. എങ്ങനെയൊക്കെ സൃഷ്ടിച്ചത് ഒന്നും അറിയാൻ പാടില്ല, അത്രേ അറിയത്തുള്ളൂ. ഓക്കെ, അവന്റെ വാക്കിനാൽ ഉളവായി എന്ന് ഏതോ ദിവസം സൂക്ഷിച്ച് പഠിക്കുന്നവർ പറയും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇങ്ങനെ പരമപ്രധാന കാര്യങ്ങൾ സ്പീഡിൽ പറഞ്ഞു പോവുക. ആദാം, ശേത്ത്, ഏനോശ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഗതിയാണ്. തലമുറകളുടെ കാര്യമൊക്കെ ഇത്രയേ ഉള്ളൂ പറയാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി. ഇത് എന്താണെന്നറിയാവോ? വേറൊരു കാര്യം എഴുതാനുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ വെട്ടി ചുരുക്കുക. അതേതാ കാര്യം? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ്.
അതെഴുതാൻ വേണ്ടി പേന എടുത്തതിനാൽ മറ്റുള്ളതെല്ലാം വെട്ടിച്ചുരുക്കുക. എഴുത്തുകാരെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൺട്രോൾ ചെയ്യുക. അങ്ങനെ പരിശുദ്ധാത്മാവ് എഴുത്തുകാരെ കൺട്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ശ്രദ്ധിക്കൂ, ഭൂമിയിലേക്കും ശാപിക്കപ്പെട്ട മനുഷ്യൻ, നിർഭാഗ്യൻ, പെരുവഴിയിൽ ഇരുന്ന് ഇരക്കുന്ന അസാധുവിന്റെ കഥ 41 വാക്യമെടുത്ത് എഴുതാൻ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് അനുവദിച്ചു? ദൈവം നിങ്ങളെ ആദരിക്കുന്നു, ദൈവം നിങ്ങളെ ബഹുമാനിക്കുന്നു. ആ മനുഷ്യന്റെ കഥ ദൈവം വലുതായിട്ട് കണ്ടു, കർത്താവ് അതിന് വലിപ്പം കൊടുത്തു. ഇന്ന് രാത്രി അതുകൊണ്ട് ഈ ബൈബിളിനകത്ത് അയാളുടെ പേര് വന്നു, അയാളുടെ ചരിത്രം വന്നു. അങ്ങനെയെങ്കിൽ അതിനേക്കാളൊക്കെ നിങ്ങൾ ബെറ്റർ പലതുകൊണ്ട്, കുറഞ്ഞ പക്ഷം കാഴ്ചയെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. നിങ്ങളുടെ ഒരു ചോദ്യത്തിന് അവൻ ഉത്തരം പറയാതെ അവഗണിക്കത്തില്ല. അതൊന്നും കാര്യമുള്ള ചോദ്യമല്ലെന്ന് പറഞ്ഞ് കർത്താവ് തള്ളിക്കളയത്തില്ല. നിങ്ങൾ ദൈവത്തിന് വിലയേറിയവരാണ്. കർത്താവ് നിങ്ങളെ ആദരിക്കുന്നു. അതെ, കർത്താവ് നിങ്ങളെ ആദരിക്കുന്നു, കർത്താവ് നിങ്ങളെ ആദരിക്കുന്നു. ഞാൻ വീണ്ടും പറയാം, സൃഷ്ടാവ് നിങ്ങളെ ആദരിക്കുന്നു, നിങ്ങളെ ബഹുമാനിക്കുന്നു. ഈ മനുഷ്യൻ യാചകനാണെങ്കിലും ദരിദ്രനാണെങ്കിലും അന്ധനാണെങ്കിലും അവന്റെ പ്രശ്നം ഒരു പ്രശ്നമാണ്, അവന്റെ വേദന ഒരു വേദനയാണ്. ഇന്ന് രാത്രി നിന്റെ പ്രശ്നം മറ്റാരും പരിഗണിച്ചിട്ടില്ലെങ്കിലും കർത്താവ് അത് പരിഗണിച്ചിട്ടുണ്ട്. നിന്റെ ചോദ്യത്തിന് ഉത്തരം ആരും പറഞ്ഞില്ലെങ്കിലും കർത്താവ് അതിന് ഉത്തരം പറയും നിശ്ചയം. ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് യേശുവിന്റെ മറുപടി ദൈവപ്രവൃത്തി വെളിപ്പെടാനാണ്. ചോദിച്ചത് ഇങ്ങനെയാണ്, ഇവന്റെ പാപം കൊണ്ടാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപം കൊണ്ടാണോ? ആ ചോദ്യം ഒരു യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. മാതാപിതാക്കന്മാരുടെ പാപം മക്കളുടെ മേൽ കണക്കിടുമെന്ന ചിന്താഗതി വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു? ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ജനിച്ചു? എന്താ ഇവൻ ഇങ്ങനെ ജനിക്കാൻ യഥാർത്ഥ കാരണം എന്താണ്? ഈ ചോദ്യത്തിന് ഉത്തരം കർത്താവ് പറയുന്നു, നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നുമല്ല. അപ്പന്മാരുടെ പാപം മക്കളുടെ മേൽ കണക്കിടുമെന്ന പഴയ നിയമത്തിലുണ്ട്. പക്ഷെ കാലങ്ങൾ കുറെ കഴിഞ്ഞ് മറ്റൊരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അപ്പന്മാർ പച്ചമുന്തിരിക്കാതെ നിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്ന പഴഞ്ചൊല്ല് ഇനി പറയാൻ ഞാൻ അനുവദിക്കുകയില്ല. അപ്പൊ പാരമ്പര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ തിരുത്തുന്ന ഒരു കാലമുണ്ട്. ആ കാലമാണ് ഈ കാലം. നിങ്ങൾ ജനിച്ച സാഹചര്യവും നിങ്ങൾ ജീവിച്ച സാഹചര്യവും നിങ്ങളെ പല വിധത്തിലും തളർത്തിയിട്ടുണ്ടാവും. പക്ഷേ യേശുവിന്റെ അടുക്കൽ നിങ്ങൾ വരുമ്പോൾ, പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ നിങ്ങൾ വരുമ്പോൾ, നിങ്ങളെ പാരമ്പര്യം ബാധിക്കയില്ല, നിങ്ങളെ ശാപം ബാധിക്കയില്ല. കഴിഞ്ഞ 2 ദിവസം മുമ്പ് എന്റെ സഭയിലെ ഒരു അപ്പച്ചൻ നേരം വെളുത്തപ്പോൾ ഒരു കാലിന് അല്പം വേദന. കാലിന് വേദന വന്നു. ഉടനെ അപ്പച്ചൻ സ്നേഹിക്കുന്ന 1-2 പേരെ എല്ലാം ടെലിഫോൺ ചെയ്ത് പറഞ്ഞു. എന്താ പറഞ്ഞറിയാവോ? എന്റെ അമ്മയ്ക്കും ഇങ്ങനെയായിരുന്നു, കാലിന് വേദന വന്നു, കാല് തളർന്നു, അങ്ങനെ മരിച്ചു. അതിന്റെ അർത്ഥം ഞാൻ എല്ലാവർക്കും മനസ്സിലായില്ല. അതാണ് ഇതെല്ലാവരും മനസ്സിലുണ്ട്, ചിലരെ പുറത്തു പറയുള്ളൂ മാത്രം. എന്തെങ്കിലും ഒന്ന് വന്നാൽ ഉടനെ നമ്മൾ പാരമ്പര്യം എടുക്കും, എന്തെങ്കിലും ഒന്ന് വന്നാൽ ഉടനെ നമ്മൾ പഴയതെല്ലാം എടുക്കും. അപ്പോൾ നമ്മൾ പുതിയ സൃഷ്ടിയായെന്നുള്ള കാര്യം നമ്മൾ മറക്കും. നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ അത് സംഭവിപ്പിക്കും. നീ എന്ത് പറയുന്നു അവിടെ നീ എല്ലും. സ്തോത്രം. എന്നെ അത് ബാധിക്കയില്ലെന്ന് പറയാൻ ഉള്ള ഒരു ധൈര്യം നമുക്കുണ്ടാകണം. എന്നെ അത് ബാധിക്കയില്ല, എന്നെ അത് ബാധിക്കയില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. ഈ നിലയിൽ അത് വിശ്വസിക്കുവാനും പ്രഖ്യാപിക്കാനും നാം പഠിച്ചാലേ നമുക്കൊരു പുതിയ ജീവിതശൈലി ഉണ്ടാകത്തുള്ളൂ. യേശു പറയാണ്, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് അവന്റെ പാപം അല്ലെങ്കിൽ അവന്റെ അമ്മയപ്പന്മാരുടെ പാപം. എന്നാൽ യേശു പറയുന്നു, ഇത് രണ്ടുമല്ല. പിന്നെന്താ കർത്താവേ? അതോ ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ
ഇങ്ങനെ സംഭവിച്ചത്? സ്തോത്രം. ഇവിടെ നിന്നോടൊരു ചോദ്യം ചോദിക്കാം. കർത്താവെ, മനസ്സിലായില്ലല്ലോ, എന്താ പറഞ്ഞേ? നമ്മുടെ പ്രധാന ദൂതിലേക്ക് കിടക്കുകയാണ്. ദൈവപ്രവർത്തി. കർത്താവെ, പറഞ്ഞു ഒന്നുകൂടെ പറയാവോ? യവൻ ഈ കഷ്ടകാലം വന്നത് ആരുടെയും പാപം കൊണ്ടല്ല, ദൈവപ്രവർത്തി വെളിപ്പെടാനാണ്. കർത്താവെ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സംശയം പിന്നെയും ബാക്കി നിൽക്കുന്നു. എന്താ സംശയം? ദൈവപ്രവൃത്തി യവന്റെ വീട്ടിൽ വെളിപ്പെടാൻ ഇത്ര ദുഃഖത്തിലൂടെ ഇവൻ പോകണോ? എല്ലായിടത്തും ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് ഇങ്ങനെയൊക്കെ ആണോ? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? 100 ചോദ്യമുണ്ട്, പക്ഷേ വിശദീകരണം ഇല്ല. അപ്പോൾ ഇന്ന് രാത്രി നാം ചിന്തിക്കുന്ന ഒന്നാമത്തെ മെസ്സേജ് എന്താണെന്നറിയാമോ? ദൈവപ്രവൃത്തിക്ക് വിശദീകരണം ഇല്ല. വിശദീകരണം ഇല്ല. സ്തോത്രം, സ്തോത്രം. അതെന്താ വിശദീകരണം ഇല്ലാതെ? ദൈവം അത് വിശദീകരിച്ചാൽ നിനക്ക് മനസ്സിലാവൂല. അതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. അതായത് ഈ കഷ്ടത വന്നാലേ ദൈവപ്രവൃത്തി വെളിപ്പെടുള്ളൂ. ഇങ്ങനെ ജനിച്ചാലേ ദൈവപ്രവൃത്തി വെളിപ്പെടുള്ളൂ. പല ചോദ്യം നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കാണാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറയുന്നത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. കർത്താവ് പറയുന്നു, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകേണ്ടതിനത്രേ ഇങ്ങനെ സംഭവിച്ചത്. നമുക്ക് മനസ്സിലാകില്ല ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ പ്രവൃത്തിക്കൊരു വിശദീകരണം ചോദിച്ചാൽ കിട്ടത്തില്ല. എത്ര പേരോട്, അനുഭവസ്ഥരോട് നിങ്ങൾ ചോദിച്ചോളൂ, വിശദീകരണം തരൂല്ല ദൈവം അതിന്. ഇയ്യോബ് ദീർഘവർഷങ്ങൾ അതികഷ്ടത്തിലൂടെ കടന്നുപോയി. അവന് നഷ്ടപ്പെട്ടതെല്ലാം പലിശയടക്കം തിരിച്ചു കൊടുത്തു. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തന്നാ പോരെ? വിശദീകരണം എന്തിനാ? എന്തിനാ വിശദീകരണം? ദൈവം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് രാത്രി തിരിച്ചു തന്നാൽ നീ വിശദീകരണം വേണ്ട കർത്താവേ എന്ന് ഇന്ന് രാത്രി പറയണം. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിശദീകരണമില്ല. കാരണം മനുഷ്യനത് മനസ്സിലാകത്തക്കവണ്ണം അവൻ വളർന്നിട്ടില്ല. മനുഷ്യന് അത് മനസ്സിലാകത്തക്കവണ്ണം ആ മനുഷ്യൻ വളർന്നിട്ടില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ദൈവം ആർക്കും ഒരു വിശദീകരണം കൊടുക്കുന്നില്ല. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തികഞ്ഞിരുന്നു എങ്കിൽ ആ വാർത്ത ബൈബിളിൽ വരത്തില്ല. അവിടെ ഒരു ഷോർട്ടേജ് വന്നില്ലെങ്കിൽ ആ ന്യൂസ് ബൈബിളിൽ വരത്തില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഒരു ഷോർട്ടേജ് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ യോഗത്തിന് വരത്തില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഒരു ശൂന്യത വന്നേ പറ്റും. ഏതെങ്കിലും ഒരു കയ്പ്, ഒരു മനസ്സിലാകാത്ത വേദനയിലൂടെ കടന്നു പോയവരാണ് ദൈവപ്രവൃത്തി കണ്ടത്. അതിനൊരു വിശദീകരണം ചോദിക്കരുത്. ദൈവം അതിനൊരു വിശദീകരണം തരികയില്ല. ദൈവം അതിനൊരു വിശദീകരണം തരികയില്ല. സ്തോത്രം. ഒന്നാമത്തെ ചിന്ത, ദൈവപ്രവൃത്തിക്ക് ഒരു മാനുഷിക വിശദീകരണം കിട്ടുകയില്ല. നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തു പഠിച്ചോളൂ, ബൈബിളിലെ ഏത് സംഭവം വേണമെങ്കിലും എടുത്തോളൂ, ദൈവം അതിനൊരു വിശദീകരണം ആർക്കും കൊടുക്കുന്നില്ല. ഓക്കെ. രണ്ടാമത്തെ ചിന്ത, അത് പുതിയതായിരിക്കും. ഞാൻ വിവരിക്കാം. ദൈവപ്രവൃത്തി എന്നും പുത്തനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ? നാം അതാണ് ധ്യാനിക്കാൻ പോകുന്നത്. പുതിയത് ചെയ്യണമെങ്കിൽ മനുഷ്യനെ കൊണ്ട് പറ്റൂല. കുറെ ആയി കഴിയുമ്പോ മനുഷ്യന് പുതിയതൊന്നും ചെയ്യാൻ പറ്റാതെ വരും. ഞാൻ വിശദീകരിക്കാം. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ നോക്കൂ. മോഡൽ മാറ്റാൻ വളരെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ മാറ്റമൊന്നും വരുന്നില്ല.
മോഡൽ മാറ്റൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അംബാസഡർ ഏറെക്കുറെ ഒരുപോലെയൊക്കെ തന്നെയല്ല ഇരിക്കുന്നത്. ചെറിയ മാറ്റമേ വരുത്താൻ പറ്റുന്നുള്ളൂ. മോഡൽ മാറ്റൽ വലിയ ചെലവുള്ള കാര്യമാണ്. അങ്ങനെ മാറ്റിയാലും ആ ഒരു മോഡലിൽ തന്നെ ആയിരക്കണക്കിന് വണ്ടി ഇറങ്ങണം. അത് കഴിഞ്ഞാൽ അടുത്ത മോഡൽ വരുന്നത്. എന്താ പാസ്റ്റർ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയാം. ഇപ്പോൾ ഈ 8:20 ഇവിടെ അടുത്ത ആശുപത്രിയിൽ ജനിച്ച കുഞ്ഞിനെ നിങ്ങൾ പോയി നോക്കണം. ഭൂമിയിലുള്ള ഒറ്റ കുഞ്ഞും അതുപോലെ കാണത്തില്ല. അതൊരു മോഡൽ ചേഞ്ചാ. ആ കുഞ്ഞിന്റെ കൈ ഒരു മഷിയിൽ മുക്കിയിട്ട് ഒരു പേപ്പറിൽ പതിപ്പിച്ചാൽ അതിന് തുല്യമായ ഒരു ഒപ്പ് ഭൂമി വേറെയില്ല. ഇവിടെ ഇരിക്കുന്ന ഒരാളെങ്കിലും ഒരാളെ പോലെ ഇരിക്കുന്നുണ്ടോ? എല്ലാവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ചെറിയ വ്യത്യാസമൊന്നുമല്ല, നല്ല വ്യത്യാസമുണ്ട്. ഇത് എവിടെ ഇതിന്റെ ടെക്നിക്ക് ഇരിക്കുന്നത്? ഇതിനെ ചേഞ്ച് ആക്കുന്ന എവിടെ? എല്ലാവർക്കും കൊണ്ട് കണ്ണും മൂക്കും പല്ലും ഒക്കെ വലിയ ഒരുപോലെയാ, പക്ഷെ വ്യത്യാസമുണ്ട്. സദാം ഹുസൈനെ പോലെ 5-6 പേരുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും വലിയ കഥയൊന്നുള്ള കാര്യമല്ലത്. എല്ലാവരും വ്യത്യാസം നോക്കും, എല്ലാം വ്യത്യാസം. നിങ്ങൾ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കുകയാണ്, ഇത് ശ്രദ്ധിച്ചാൽ മതി. ഒരാളെ പോലെ വേറൊരാളുണ്ടോ നോക്കിയാൽ മതി. സമയം പോണോ അറിയുന്നില്ല. 10,000 പേരെ നിങ്ങൾ നോക്കിയാൽ കിട്ടത്തില്ല. മുടി ചുരുണ്ടതായിരിക്കും, മീശയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ സംഗതി ആള് ജയിക്കാം. സ്വതന്ത്രം. നമ്മൾ മുഖമാ പറയുന്നത്, ദൈവം പറയുന്നു മുടി പോലും വേറെയാണ്, വിരല് വേറെയാണ്, ഈ വിരലിലെ വര വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ പ്രയാസമാണോ? ദൈവത്തിന് മോഡൽ ചേഞ്ച് ചെയ്യാൻ വിഷമമില്ല. കാരണം എല്ലാരും ന്യായം വിധിക്കേണ്ടതാ. അപ്പൊ എല്ലാരെയും അതാത് വ്യക്തിത്വത്തിൽ സൃഷ്ടിച്ചാലല്ലേ പറ്റുള്ളൂ, അല്ലേ? പ്രത്യേകം വ്യക്തിത്വത്തിൽ സൃഷ്ടിച്ചാലേ ദൈവത്തിന് എല്ലാവരും ന്യായം വിധിക്കാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം എത്ര വലിയവനാണ്. ഈ മൊബൈൽ ഫോണൊക്കെ നമ്മളിപ്പോഴല്ലേ കണ്ടുപിടിച്ചേ? കുറച്ചു കാലല്ലേ അയാൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. തമ്പുരാണിത് എന്നയാ അപ്ലൈ ചെയ്തെന്നറിയാവോ? നമുക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ ഈ കൊണ്ടു നടക്കുന്ന ടെലിഫോൺ, പോക്കറ്റിലിടുന്ന മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മനുഷ്യനെ എവിടെ പോയാലും പിടിക്കാം. എവിടെ പോയാലും എന്റെ വീട്ടുകാർക്ക് അവൻ എവിടെയാണെന്ന് ആ സെക്കൻഡിൽ പിടിക്കാം. ഒരു 2 മിനിറ്റിനുള്ളിൽ ഫോൺ ചെയ്ത ആളെ കൈ കിട്ടും. ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച പല്ലി, ആന, ഒട്ടകം, തിമിംഗലം, കഴുകൻ, കാക്ക, ഉറുമ്പ്, പുഴു, ഇതിനെയൊക്കെ മിനിറ്റ് വെച്ച് വിളിക്കാനുള്ള സംവിധാനം അന്നേ ചെയ്താ വിട്ടിരിക്കുന്നു. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഇത് തെളിയിക്കാൻ ബുദ്ധിമുട്ടാ. ഈ ഫോണിന് എങ്ങനെയാ കണക്ഷൻ? വളരെ ചെറിയൊരു സാധന സിം കാർഡ് എന്ന് പറയുന്നത്. സിം കാർഡ് വളരെ ചെറുതാ, അതിന്റെ വില. കണക്ഷൻ എന്ന് പറയുന്നത് അതാ. അതെടുത്ത് ഈ മൊബൈൽ ഫോണിനകത്തോട്ട് ഫിറ്റ് ചെയ്യുമ്പോഴാണ് ഇവന്റെ കണ്ണ് തുറക്കുന്നത്. അപ്പൊ പിന്നെ അവന് ജീവനായി. അത് ഏത് കമ്പനിയുടെ കണക്ഷൻ ആണോ അപ്പോഴേ അവൻ കമ്പനിയായിട്ട് ബന്ധമായി. പിന്നെ വിളിക്കോ പറയോ ഒക്കെ ചെയ്തോ, സംഗതിയല്ലേ ഓക്കെ. ഇതുപോലെ എല്ലാറ്റിന്റെയും തലയ്ക്കകത്ത് ഒരു ചെറിയ സിം കാർഡ് വെച്ചാ തമ്പുരാൻ വിട്ടിരിക്കുന്നത്. നമ്മളിപ്പോ ഈ ഫോണിനകത്ത് ഇത്രയുള്ളത് വെച്ചു, തമ്പുരാൻ പുഴുവിനകത്തും വെച്ചു, കാക്കയ്ക്കകത്തും വെച്ചു, തിമിംഗലത്തിനകത്തും വെച്ചു. ഒരു ദിവസം പുഴുവിനൊരു മെസ്സേജ് ബെല്ലടിച്ചു, നമുക്ക് കേൾക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തെ ഒരു ദൈവദാസൻ ഉറങ്ങുന്നുണ്ട്, ആ മരം ഒന്ന് കുത്തിവെച്ച് പോരാൻ പറഞ്ഞു. പുഴു രാവിലെ എഴുന്നിട്ട് പട്ടിച്ചു വിട്ട് പോവുക. ഞാനിങ്ങനെ ഭാവന കാണുക, എതിരെ ഒരു പുഴു വരുന്നു, ചേട്ടനോട് പോവാ, എമർജൻസി ഉണ്ട്, വല്ലതും കോളുള്ള കാര്യമാണോ, ഞാനും വരണോ? എന്റെ പൊന്നു കുഞ്ഞെ, ഒന്നും കോളില്ല, ചിലപ്പം മരണമായിരിക്കും, ഏതായാലും അനുസരിക്കാതെ നിവൃത്തിയില്ല, പോവുക. അഴിയുന്നത് കുത്തിയിട്ട് ചന്നര സ്ഥലം വിട്ടു. പുഴുവിനോട് ദൈവം പറഞ്ഞു അനുസരിച്ചെന്ന് ബൈബിളിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ ഈ പുഴു ഉണ്ടെന്ന് വിശ്വസിക്കാവോ? തിമിംഗലത്തോട് ദൈവം പറഞ്ഞു, അവനത് അനുസരിച്ചുവെങ്കിൽ ദൈവത്തിന് അതിനോട് ബന്ധപ്പെടാൻ ഒരു പരിപാടി ദൈവം ഇണക്കിയിട്ട അതിനെ വിട്ടെന്ന് വിശ്വസിക്കാവോ? അങ്ങനെയാണെങ്കിൽ ദൈവപ്രവൃത്തി എന്നും പുതിയതാണ്. നമുക്കല്ലേ ഇതിനൊക്കെ വിഷമം, മോഡൽ ചേഞ്ച് ആക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ പഴയത് കൊണ്ട് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും ഓരോ പുതിയ പാട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു, നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പഴയത് പാടുക. നമ്മളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. എന്നും പുതിയതായിരുന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കാൻ മേലെ ഇത് കേട്ടിട്ടില്ലാത്ത വചനം പറയണല്ലേ.
നമുക്ക് വേദപുസ്തകത്തിലുള്ളതല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാലും ദൈവം അതിനകത്തൊരു പുതിയത് ഇതിനകത്ത് തരും. ആമേൻ. ഹല്ലേലൂയ. നമ്മളെന്താ ചിന്തിക്കുന്നത്? ദൈവപ്രവൃത്തി എന്നും പുതിയതാണ്. ഞാൻ തെളിവ് തരാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ജന്മന കുരുടനായ മനുഷ്യന്റെ കണ്ണു തുറന്ന കാര്യമാണ്. യവന്റെ കണ്ണു തുറന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. യേശു നിലത്ത് തുപ്പി, തുപ്പലൊരു ചേറുണ്ടാക്കി, കണ്ണിന് ശിലാകുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. എന്നാൽ വേറെ ഒരു കുരുടനെ കണ്ണു തുറന്നു ഇങ്ങനെയല്ല. അവൻ വഴിയിൽ ഇരുന്ന് കരഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരാം, എനിക്ക് കാഴ്ചകളാവശ്യം. കർത്താവ് പ്രാർത്ഥിച്ചു, അവന് കണ്ണു തുറന്നു. ഇവർ രണ്ടുപേരും ഒരു കൂട്ടായ്മ തുടരാൻ വിഷമാണോ എന്ന് എനിക്കൊരു സംശയം. ഈ കാലഘട്ടം വെച്ച് നോക്കുമ്പോഴേ നിന്റെ കണ്ണെങ്ങനെയാ തുറന്നത്? തുപ്പിയാണോ? അല്ല, അന്ന് അവിടെ കൂടണ്ട, വേറെ കൂട്ടായ്മ തുടങ്ങിക്കും. ഈ ആളുകൾക്ക് ഉപദേശം എന്നാ അനുഭവം എന്നാന്ന് അറിയാമില്ല. അനുഭവം പറഞ്ഞുകൊണ്ട് സഭ തുടങ്ങുക. എനിക്കിങ്ങനെ അനുഭവം, അതൊരു സഭ. എന്റെ അനുഭവം ഇതാ, അത് വേറൊരു സഭ. കിടക്കെടുത്ത് നടന്ന പുള്ളി ഇതിലൊന്നും കൂടത്തില്ല. പുള്ളി പറയും എന്റെ രക്ഷ എന്ന് പറയുന്നത് കിടക്കെടുത്ത് തലേ വെച്ചതാ. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു പ്രസിഡന്റായിട്ട് പുള്ളി. ഇത് അങ്ങനെ ഒരു കാലം വന്നിരിക്കുക. ഓരോരുത്തരും ഓരോ അനുഭവം വന്നോട്ടെ, അത് ഉപദേശമല്ല. ഉപദേശം തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം. അനുഭവം ഒരിക്കലും ഉപദേശമാക്കരുത്. അനുഭവം വെച്ചോണ്ട് സമയം തുടങ്ങരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ദൈവസഭ പണിയാൻ. പ്രൈസ് ദി ലോർഡ്. രണ്ട് കുരുടനെ രണ്ട് വിധത്തിലാണ് കണ്ണു തുറന്നു. അതെല്ലാം കർത്താവ് എന്നാലും അവിടെ ചെന്ന് ചോദിക്കണം. സഹോദരൻ, അത് കർത്താവിന്റെ പരമാധികാരത്തിൽപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവർ രണ്ടുപേരും രണ്ട് വിധത്തിൽ തുറന്നു. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണം ഞാൻ ശ്രദ്ധിച്ചു. 10 കുഷ്ഠരോഗികൾ കർത്താവിന്റെ എതിരെ വന്നു. സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് തൊട്ടുമില്ല, പ്രാർത്ഥിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. പോണ വഴി സൗഖ്യം. അപ്പൊ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് പോകുന്ന വഴിക്ക് സൗഖ്യം നടക്കും. കാരണം ഇത് മനുഷ്യനാരും അല്ല ഇതിന്റെ കയ്യ്. ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയോടുകൂടെ കൂടി വരുന്നു. ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കുന്നതിന് ഒരു മനുഷ്യന്റെ കൈ വേണ്ട. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെ തല കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്നാൽ യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ വരികയും ദൈവ പ്രവർത്തി നിന്നിൽ നടക്കുകയും ചെയ്യും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി കാണും, കാണും, കാണും. ദൈവപ്രവൃത്തി എന്നും പുതിയതാ, എന്നും പുതിയതാ, എന്നും പുതിയതാ. ദൈവം ഒരു കാര്യം ചെയ്ത പോലെ മറ്റൊരു കാര്യം ചെയ്യുന്നില്ല. സ്തോത്രം. 10 കുഷ്ഠരോഗി പോയ വഴി സൗഖ്യായി. വേറൊരിടത്ത് ഒരു കുഷ്ഠരോഗി ഇരിപ്പുണ്ടെന്ന് ലൂക്കോസ് പറയുന്നു. ആ ഒരു കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കി. സ്തോത്രം. എന്താ കർത്താവെ മറ്റൊരു തൊടാൻ എനിക്കറിയാൻ പാടില്ല. ഇവനെന്തിനാ തൊട്ടത്? ദൈവവചനം കൂടുതൽ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് വേണം ഒരു വ്യാഖ്യാനം പറയാം. ഈ ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോ ഒറ്റയ്ക്കാണ്. മറ്റേ 10 ഇപ്പോ ഒരു യൂണിയനാണ്. രോഗമാണെങ്കിൽ ഒരു കമ്പനിയുണ്ട്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടായ്മയുണ്ട്. യവൻ ഒറ്റപ്പെട്ടു പോയി. അപ്പൊ യവനിപ്പോ സൗഖ്യത്താക്കാൻ പ്രധാനം ഒരു കൂട്ടായ്മ. അവനെ ഭൂമിയിൽ ആരും തൊടാനില്ലെന്നേ. അതുകൊണ്ട് അവനെ ആദ്യം കർത്താവ് അങ്ങ് തൊട്ടു. അപ്പോഴേ അവന് മനസ്സുകൊണ്ട് സൗഖ്യമായി. ഹല്ലേലൂയ. നിനക്ക് ഇന്ന് രാത്രി വേണ്ടത് ഒരു സ്പർശനമാണെന്ന് കർത്താവിനറിയാം. ഇന്ന് രാത്രി ഒരു സ്പർശനമാണ് നിനക്ക് വേണമെന്ന് കർത്താവിനറിയാം. ഇന്ന് രാത്രി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൈയിൽ തൊടുകയും നിന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാകുകയും ചെയ്യും. ജയം. ആമേൻ, ആമേൻ. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. ആ പാവപ്പെട്ടവനെ യേശു തൊട്ടു. അപ്പോളെ അവൻ ഇങ്ങനെ പറയും, എനിക്കിനി സൗഖ്യമായില്ലേലും വേണ്ടിയ. കാരണം ലോകത്തിൽ ആരും എന്നെ തൊടുകയല്ല. മാത്രമല്ല എഴുതി വെച്ചിരിക്കുന്നറിയാം, അവനെ തൊട്ടാ തൊടുന്നവൻ അശുദ്ധനാവും. ഹല്ലേലൂയ. പരീക്ഷമാർ ഈശോ വിഷയം മുടക്കാൻ വന്നു കാണും. പക്ഷെ വന്നപ്പോ ഒരു പ്രശ്നം സംഭവിച്ചു. തൊണ്ടി നഷ്ടപ്പെട്ടു പോയി. കുഷ്ഠരോഗിയെ തൊട്ട ആളെ പിടിക്കാൻ വന്നപ്പോ കുഷ്ഠരോഗി അല്ലല്ലോ. അപ്പൊ പിന്നെ തെളിവില്ലാത്തതുകൊണ്ട് ആ കേസ് തള്ളിപ്പോയി. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും തെളിവ് തരാതെ വണ്ണം ദൈവപ്രവൃത്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന്
രാത്രി ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാതെ. ദൈവപ്രവൃത്തി എന്നും പുതിയതാ. ആമേൻ, ആമേൻ, ആമേൻ. അതെ, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതിലും വ്യത്യാസം. പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നു, വ്യത്യാസമുണ്ട്. ഒരു പക്ഷപാതക്കാരനെ കട്ടിലൂടെ ഇറക്കി മുറി കൊണ്ടുപോയിച്ചു. അവനോട് പറഞ്ഞു നിന്റെ ഭാവം പോയിച്ചിരിക്കുന്നു പറഞ്ഞു. അവൻ എഴുന്നേറ്റ് പോയി. സ്തോത്രം. വേറൊരു പുള്ളി കുളത്തിന്റെ കയ്യിലെ കിടന്ന് അവനോട് പറഞ്ഞു കട്ടിലെടുത്ത് തലേ വെച്ചോണ്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ആ പുള്ളിക്ക് വേണം തിരിച്ചു ചോദിക്കാം, കർത്താവ് മറ്റേ പുള്ളി എന്നെ അങ്ങനെ ചെയ്തേ, എന്നെ ഇങ്ങനെ ചെയ്തു. ചോദിക്കരുത്. ചോദിച്ചു പോയാൽ കിടപ്പ് അവിടെ കിടക്കുകയുള്ളൂ. ചോദിക്കരുത്. വിശ്വസിച്ചോളുക. കർത്താവാ പറയുന്നത്, കർത്താവാ പറയുന്നത്, രാഷ്ട്രീയക്കാരനല്ല പറയുന്നത്, ദൈവപുത്രനാ പറയുന്നത്. ചോദ്യം ചെയ്യരുത്, ചോദ്യം ചെയ്യരുത്. വിശ്വസിക്കുക, അനുസരിക്കുക, ദൈവപ്രവൃത്തി കാണുക. വിശ്വസിക്കുക, അനുസരിക്കുക, ദൈവപ്രവൃത്തി കാണുക. സ്വതം ഈ യോഗത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന ചില ആളുകളെയാണോ ഇന്ന് രാത്രി ദൈവം തൊടേണ്ടത്? അതോ നിങ്ങൾ എല്ലാവരും ദൈവം തൊടണമോ? ഈ പന്തലിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ദൈവപ്രവൃത്തി നടക്കും. ഇന്ന് രാത്രി ദൈവപ്രവൃത്തി, ഇന്ന് രാത്രി ഈ പന്തലിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കും. ശരീരത്തിലും ആത്മാവിലും മനസ്സിലും ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഈ പന്തൽ നടക്കും. ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ കുഞ്ഞുങ്ങളിൽ, സ്ത്രീകളിൽ, പുരുഷന്മാരിൽ, മാതാപിതാക്കളിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ട് വരട്ടെ. ആമേൻ. അത് എന്നും പുതിയതാണ്, എന്നും പുതിയതാണ്. ദൈവത്തിന് പുതിയ കാര്യം ചെയ്യാൻ വിഷമില്ല. സ്തോത്രം. ഞാൻ ദൈവത്തിനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് നിന്നെ പുതിയ വഴി തന്നെ നടത്താനാണ് ഇഷ്ടം. സ്തോത്രം. പുതിയ വഴി തന്നെ നടത്താനാണ് ഇഷ്ടം. ചില വീടുകളുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ദൂരം ഉള്ള വഴി ഇങ്ങനെ വെട്ടിയിരിക്കുന്നു. ആ വഴിയുടെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു, ഇത് പ്രൈവറ്റ് റോഡാണ്, സാധാരണക്കാർക്ക് പോകാനുള്ളതല്ല. അങ്ങനെ ഒരു പരിപാടി ദൈവം ചെയ്തത് ഓർക്കുന്നുണ്ടോ? സ്തോത്രം. ചെങ്കടലിൽ ദൈവം ഒരു വഴി തുറന്നു. പ്രൈവറ്റ് റോഡാ. അതിലെതിരെ പോകുന്നവർക്കൊന്നും നടക്കാനുള്ളതല്ല. അല്ല, പെസഹായും ചോരത്തലയും ആചരിച്ചവർക്ക് മാത്രം നടക്കാനുള്ള വഴിയാണ്. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. ദൈവമക്കൾ കടന്നു, വഴിയടന്നു. അതിന് മുമ്പും ആ വഴിയില്ല, അതിന് പിമ്പും ആ വഴിയില്ല. എന്താ അതിനകത്ത് മെസ്സേജ് എന്നറിയാവോ? ഇന്ന് വരെ ആരും നടക്കാത്തതും നാളെ ആരും നടക്കാത്തതുമായൊരു വഴി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ വഴി എന്നും പുതിയതാണ്, എപ്പോഴും പുതിയതാണ്, എവിടെയും അത് പുതിയതാണ്. ദൈവത്തിന്റെ പ്രവൃത്തി എല്ലാം പുതിയതാണ്. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും പുതിയതാണ്. ദൈവപ്രവൃത്തി പുതിയതാണ്. ദൈവപ്രവൃത്തി പുതിയതാണ്. ദൈവപ്രവൃത്തി പുതിയതാണ്. വേദപുസ്തകത്തിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോളൂ, ഏത് അത്ഭുതം വേണമെങ്കിലും എടുത്തോ. കർത്താവ് പഴയതുപോലെയല്ല ഇത് ചെയ്യുന്നു, അതുപോലെയല്ല ഇത് ചെയ്യുന്നു. രാത്രി ഒരു നിമിഷം ചിന്തിക്കാൻ വേണ്ടി ശാന്തമായിട്ട് പറയാം. ഇന്നലെ വരെ ചെയ്ത പ്രവൃത്തിയല്ല ഇന്ന് ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് വഴിമുട്ടിയ ഒരു പ്രശ്നവുമായി വന്നിരിക്കുന്ന സഹോദരി ഒരു കാര്യം ചെയ്യണം. കഴിഞ്ഞതൊന്നും ചിന്തിക്കണ്ട. ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുക. അത് തികച്ചും പുതിയതായിരിക്കും. അത് നമ്മൾ ചിന്തിച്ചതൊന്നുമല്ല, നമ്മൾ വിചാരിച്ചതല്ല, നമ്മൾ ഊഹിച്ചതല്ല, നമ്മൾ സങ്കല്പിച്ചതല്ല. ദൈവത്തിന്റെ വഴി എന്നും പുതിയതാണ്. ഇന്ന് രാത്രി കർത്താവ് ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി തുറക്കും. ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി തുറക്കും. അതേ, ഒരു പുതിയ വഴി തുറക്കും. ദൈവപ്രവൃത്തി എന്നും പുതിയതാണ്, പുതിയതാണ്, പുതിയതാണ്. ദൈവം അതിന് വിശദീകരണം തരുന്നില്ല. അതെന്നും പുതിയതാണ്, അതെന്നും പുതിയതാണ്. മൂന്നാമത്തെ കാര്യം, അതിന് സാഹചര്യങ്ങളൊന്നും പ്രശ്നമല്ല. സ്തോത്രം. സാഹചര്യങ്ങളൊന്നും പ്രശ്നമല്ല. 2 രാജാക്കന്മാർ 7-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ തുറക്കെ വായിക്കും. അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പി, നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സയാ കോതമ്പുമാവും ശേക്കലിന് 2 സയാ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നുവെന്ന് പറഞ്ഞു.
രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനവൻ, നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന സംഭവം. ഈ പുള്ളിക്കാരനൊരു ഭയങ്കര ശിക്ഷ കിട്ടി, ഈ അകമ്പടി നായകൻ. നമുക്ക് ഇന്ന് രാത്രി അല്പനേരം പുള്ളിയുടെ ഭാഗത്ത് നിന്നുകൊണ്ടൊന്ന് ചിന്തിക്കാം. നമ്മൾ അതുപോലെ എങ്ങാനും ആകേണ്ടി വന്നാലോ? പുള്ളി അത്ര വലിയ തെറ്റുമല്ലോ ചെയ്തോ? നടക്കാത്ത ഒരു കാര്യം അന്നൊരു ദൈവദാസൻ പറഞ്ഞു, അതൊന്നും നടക്കുകയല്ലേ പൊന്നച്ചനെന്നല്ലേ പുള്ളി പറഞ്ഞുള്ളൂ. അപ്പൊ ഇങ്ങനെ ചവിട്ടുകൊണ്ട് ചാകാനാണെങ്കിൽ എത്രയോ പേര് പണ്ടാ ചാകേണ്ടതായിരുന്നല്ലേ? നടക്കുകയല്ല. നമ്മൾ എത്രയോ കാര്യം പറഞ്ഞിട്ടുണ്ട്. തമ്പുരാന്റെ മഹാകരണോണ്ട് വെറുതെ വിട്ടിരിക്കുക അല്ലെ? നടക്കുകയെന്ന് എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെയാ ഇപ്പൊ ഈ നടന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലായിടത്തും ഉണ്ട് നടക്കുക എന്ന് പറയുന്ന രണ്ടുമൂന്ന് പേര്. അവരെ അതിനുവേണ്ടി വെച്ചിരിക്കുക. കമ്മിറ്റിക്കകത്തും ജനറൽ ബോഡിക്കകത്തും കൺവെൻഷനകത്തും ഒക്കെ നടക്കുകയല്ല, നടക്കുകയെന്ന് പറയാൻ മാത്രം കുറെ പേരെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാടാ ഇതിങ്ങനെ എല്ലാ കാലത്തും ഉണ്ടല്ലോ? കൊച്ചു കൂട്ടായ്മ ചെന്നാലും ഒന്നും നടക്കാൻ പോണില്ല. ഇങ്ങനെ പറയാൻ മാത്രം കുറെ പേര്. സ്തോത്രം. ഈ പാവത്താൻ വേറെ തെറ്റൊന്നും ചെയ്യില്ല, ദൈവം ഇല്ലെന്നൊന്നും പുള്ളി പറഞ്ഞില്ല. പുള്ളി ദൈവം ഉണ്ടെന്നാ പറയുന്നത്. ആകാശത്തിൽ ഭയങ്കര ഒരു ഡോറ് വെച്ചാൽ പോലും നടക്കത്തില്ല. കാരണം അവിടെ കഴുതത്തലയുടെ വില, പ്രാകാശത്തിന്റെ വിലയൊക്കെ കുറെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് കണക്ക് കൂട്ടിയാൽ ഇനിയിപ്പോ അമേരിക്ക അത് ഗോളം ഇറക്കിയാൽ നടക്കുകയാണെന്നാ പുള്ളി പറഞ്ഞതിന്റെ ആശയം ഇത്രയേ ഉള്ളൂ, നടക്കാൻ ഒരു വകുപ്പില്ലെന്ന്. നമ്മൾ ചിന്തിച്ച വിഷയമാണ്. ദൈവപ്രവർത്തിക്ക് ഒരു വിശദീകരണമാണ് പുള്ളി ആവശ്യപ്പെടുന്നത്. എങ്ങനെയാ നടക്കുക? എവിടെ നേരെ വെട്ടിപ്പൊളിച്ചിട്ട് അവിടെ നിന്നോട് സാധനം ഇടുവന്നോ? എന്റെ പൊന്നു ഉപദേശി വെറുതെ നടക്കൂല. ഉപദേശിയുടെ മറുപടി, നീ അത് അനുഭവിക്കില്ല മോനെ. നിനക്കത് കാണാനേ പറ്റും. നമുക്കിത് രാത്രി ആ ഗതി വരരുത്. സ്തോത്രം. ഏതായാലും 10-50 കൊല്ലേ നമുക്ക് ശരിയായിട്ട് സുബോധത്തോടെ ഇവിടെ ജീവിക്കാൻ പറ്റും. അന്നേരം ഏതായാലും പോസിറ്റീവായിട്ട് പറയാം. നടക്കുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ലാലും ഒന്നും വരാൻ പോടില്ല. എന്നാൽ ആയത് മുഴുവൻ നടക്കുകയാണെന്ന് പറഞ്ഞിട്ട് നടന്നാൽ നീ വെറുതെ ചവിട്ടുകൊള്ളുകയല്ലേ? ഞാൻ പറഞ്ഞ് മർമ്മം മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ദിനവും കാണുന്നതാണ്. അവര് എന്ത് പറഞ്ഞാലും നടക്കരുത് പറയൂ. ഇത് പറയുമ്പോഴും ദൈവപ്രവൃത്തി നടന്നോണ്ടിരിക്കുക. നീ കാണുകയുള്ളൂ, നീ അനുഭവിക്കുകയല്ല. കാരണം നീ അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ എന്ത് പറയുന്നോ അത് നീ അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വാസി ഭാഷ മാറ്റണം. നടക്കുകയെന്ന് ആയിരങ്ങൾ പറയുമ്പോൾ നീ നടക്കുമെന്ന് പറയണം. ഞാനതിനെ മാനുഷികമായിട്ട് പറയാം. നടക്കുകയെന്ന് പറയാൻ വേണ്ടി ഇപ്പം രക്ഷിക്കപ്പെടുന്ന കാര്യമൊന്നുമില്ല. നാട്ടുകാരൊക്കെ പറഞ്ഞോളൂല്ലോ. പിന്നെ നിന്റെ സഹായം വേണം. നടക്കുകയെന്ന് പറയാനായിട്ട് നീ സ്ഥാനപ്പെടണമെന്നേ. ഈ വലിയ ഓണരൊക്കെ അത് തന്നെയാ പറയുന്നത്. എന്നാൽ ദൈവം അത് ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഇച്ചിരി പാടുണ്ട്. ഓക്കെ, അടുത്ത് തിരിച്ചു ചിന്തിക്കാം. ഇത് വന്ന് പറഞ്ഞ ആളുടെ പേര് ഏലീശ, ദൈവദാസനോട് ചോദിക്കുക, അച്ഛൻ ഇത് ഇങ്ങനെ നടക്കുമെന്ന് ഇത്ര തീർത്ത് പറയാൻ കാര്യം? പുള്ളി പറയുന്നത് നടക്കാൻ സാധ്യതയുണ്ടെന്നൊന്നുമല്ല. നാളെ അതൊക്കെ കറക്റ്റാ, ഡേറ്റും ടൈമും ഒക്കെ വെച്ചാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്നാ മനസ്സിലാകും ദൈവപ്രവൃത്തിക്ക് ഒരു ടൈമുണ്ട്. അത് ചിലപ്പോ നീ പറയുന്ന സമയത്തൊന്നും ആയിരിക്കുകയില്ല. നീ ചിലപ്പോ 5 കൊല്ലമായിട്ട് കാത്തിരുന്ന് നടന്നില്ലെങ്കിൽ ഇന്ന് രാത്രി നടക്കാൻ പോകുമായിരിക്കും. ദൈവപ്രവൃത്തിക്ക് ഒരു സമയമുണ്ട്, ദൈവപ്രവൃത്തിക്ക് ഒരു ടൈമുണ്ട്. ആമേൻ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാനൊരു സമയമുണ്ട്. നിന്റെ കെട്ടഴിക്കാനൊരു സമയമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നടപടിയെടുക്കാനൊരു സമയമുണ്ട്. നിന്റെ വിദ്യാഭ്യാസത്തിന്റെ ബന്ധനം അഴിക്കാനൊരു സമയമുണ്ട്. നിന്റെ വീട്ടിൽ ദൈവപ്രവൃത്തി നടക്കാനൊരു സമയമുണ്ട്. ദൈവപ്രവൃത്തിക്കൊരു സമയമുണ്ട്. നമുക്ക് വചനം ധ്യാനിച്ചു മുമ്പോട്ട് പോകാം. എലീശയെ, നിങ്ങൾ ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്താ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏലീശ ഒരു മനഃശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടണം. വല്ല യുക്തിവാദികൾ കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ചു കേട്ടണം. ഒരു കാര്യം നടക്കും എന്ന് പറയാൻ വലിയ അറിവ് വേണ്ട. നടക്കുകയെന്ന് പറയണമെങ്കിൽ നല്ല അറിവ് വേണം. അതെന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ തെളിയിക്കാം. 14 വീലുള്ള കാറുണ്ടെന്ന്
ഞാനിപ്പോ പറയുന്നു. ഒരെണ്ണം നല്ല അറിവുള്ള ഒരു മനുഷ്യൻ പറയുന്നത് ഉപദേശി വെറുതെ ഇല്ലേ? അങ്ങനെ ഒരു കാറില്ല. ഉടനെ ഞാൻ കയ്യും കുപ്പിക്കോട് ചോദിക്കുന്നു, ചേട്ടന്റെ വീട് എവിടാ? എന്റെ വീട് വാളകം. എവിടെയൊക്കെ പോയിട്ടുണ്ട്? തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട്. അപ്പൊ വാളകത്തും തിരുവനന്തപുരത്തും 14 വീലുള്ള കാറിലെന്നല്ലേ ചേട്ടൻ ഉദ്ദേശിച്ചത്? അതല്ലേ ചേട്ടൻ പറഞ്ഞതിന്റെ അർത്ഥം? ചേട്ടൻ അങ്ങനെ ഒരു സംഗതി ഇല്ലെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ പോണം. വേറൊരു ഉദാഹരണം പറയാം. 5 കാലുള്ള പൂച്ച ഉണ്ടെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ എന്നോട് ചോദിച്ചു, ചേട്ടൻ എന്നെ എന്തുമാത്രം ജ്ഞാനമുണ്ട്? എനിക്ക് ഒരു ജ്ഞാനവും ഇല്ല. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു? ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞോളൂ, ഞാൻ ചോദിക്കാം. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഉഗാണ്ടായി പോയിട്ടുണ്ടോ? ഇല്ല. ആഫ്രിക്കയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇറാഖിൽ പോയിട്ടുണ്ടോ? ഇല്ല. ചൈന പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എവിടെ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞത്? കൊട്ടാരക്കര ഇല്ലെന്ന്. എവിടെ മനുഷ്യ ഇല്ലെന്ന് പറയണ നീ സർവജ്ഞാനി ആയിരിക്കണം. ഉണ്ടെന്ന് പറയാൻ സർവജ്ഞാനി ആകണ്ട, കണ്ടാ മതി. മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ? ഏകദേശം പറയുന്നു നടക്കുമെന്ന്. സർവജ്ഞാനം വേണ്ട, ദൈവശബ്ദം മതി. ഏകദേശേ നീ ഇത്ര തീർത്തു പറയാൻ എന്താ കാര്യം? അതിന് കാര്യമുണ്ട്, അതിന് കാര്യമുണ്ട്. ഞാൻ ദൈവശബ്ദം കേട്ടു. നീ ഇത്ര ടൈം ഡേറ്റ് വെച്ച് പറയാൻ എന്താ കാര്യം? ഞാൻ എന്റെ കാതുകളിൽ കേട്ട ദൈവശബ്ദം എന്റെ കാതുകളിൽ ഇന്ന് രാത്രി ഉയർന്നു. എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരി, അകമ്പടി നായകനോട് ചോദിച്ചേ, താൻ നടക്കുകയല്ല, ആകാശത്ത് കിളിവാതിൽ തോന്നാൽ നടക്കലെന്ന് പറയും. തനിക്കെന്നാ കാര്യം? താൻ നല്ലൊരു ശബ്ദം കേട്ടോ? ഇല്ല. പിന്നെ എന്താ ഇത്ര തീർത്ത് പറയുന്നത്? ഞാൻ എന്റെ ഊഹം പറഞ്ഞതാ. അത് ശരി. അപ്പൊ നിങ്ങൾ ഈ പറയുന്നൊക്കെ ഊഹമല്ലേ? ഞങ്ങൾ ഈ പറയുന്ന ഊഹമല്ല. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനമാണ് ഞങ്ങൾ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വലിയ ജ്ഞാനമൊന്നും വേണ്ട, അനുഭവം മതി. സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ എനിക്ക് സർവജ്ഞാനം വേണ്ട, എന്റെ ശരീരം മതി. വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ എനിക്ക് PhD വേണ്ട, എന്റെ അനുഭവം മതി. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ ഡോക്ടറേറ്റ് വേണ്ട, പ്രാർത്ഥിച്ച് അനുഭവം മതി. എന്നാൽ ഇതൊന്നും ഇല്ലെന്ന് പറയണമെങ്കിൽ നിനക്ക് എന്തനുഭവമുണ്ട്? ആമേൻ. ഏലീശായുടെ കാലത്ത് ജീവിച്ചിരുന്ന അകമ്പടി നായകൻ ചാടി കയറി പറയും നടക്കുകയായിരുന്നു. എന്റെ കൂടപ്പിറപ്പെ നടക്കുകയാണെന്ന് പറയുന്നതിന് ഒന്നുകൂടി ആലോചിക്കണം കേട്ടോ. ഒന്നുകൂടി ആലോചിക്കണം. ദൈവപ്രവൃത്തിയെ സംശയിക്കരുത്, ദൈവവചനത്തെ സംശയിക്കരുത്, ദൈവപ്രവൃത്തിയെ സംശയിക്കരുത്. അത് ഏത് സാഹചര്യത്തിലും നടക്കും. നമ്മളിപ്പോ 3-ാമത്തെ ഭാഗത്ത് നിൽക്കുന്നേ, അതിന് സാഹചര്യം പ്രശ്നമല്ല. യവൻ പറഞ്ഞത് സാഹചര്യ ശാസ്ത്രമാണ്, സാഹചര്യത്തിന്റെ തത്വശാസ്ത്രമാണ് അവൻ പറഞ്ഞത്. ഇപ്പോഴത്തെ നിലവാരം വെച്ച് പറഞ്ഞാൽ നാളെ ഇത് നടക്കില്ലെന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അപ്പൊ സാഹചര്യം വെച്ച് ദൈവപ്രവൃത്തി അളക്കരുത്. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, പക്ഷെ കുഴി വെട്ടിക്കോ. സ്തോത്രം. ദൈവപ്രവൃത്തിക്ക് സാഹചര്യം പ്രശ്നമല്ല, ദൈവപ്രവൃത്തിക്ക് സാഹചര്യം പ്രശ്നമല്ല. ആമേൻ. ദൈവപ്രവൃത്തിക്ക് സാഹചര്യം പ്രശ്നമല്ല. റോമാലേഖനം 4-ാം അധ്യായം 18 മുതൽ വായിക്കൂ, പെട്ടെന്ന് വായിക്കൂ. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പിന്നെ അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഞാൻ ശാന്തമായി പറയാം, അബ്രഹാം ഒരു മന്ദബുദ്ധി അല്ലായിരുന്നു. എല്ലാം കണ്ണുടച്ച് വിശ്വസിക്കുന്ന മന്ദബുദ്ധികളാണെന്ന് ചിലർ പറയും. അബ്രഹാം ഒരു മന്ദബുദ്ധി അല്ലായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് വായിക്കണം. ഞാൻ പറയാം.
അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മയുണ്ടായിരുന്നു. 2, അവൻ്റെ ഭാര്യയുടെയും പ്രായം അറിയാമായിരുന്നു. സ്തോത്രം. ഇത് കുറെ വർഷം മുമ്പുള്ള കാര്യമായോണ്ടാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലകളിൽ ചെന്നിട്ട് പ്രായം ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ് പറയാൻ. സെൻസസ് എടുക്കാൻ പോകുന്ന ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ അറിയാം, വലിയ പാടാണ്. അപ്പൻ്റെ പ്രായം അമ്മയുടെ പ്രായം ഒക്കെ പറഞ്ഞു വന്നിട്ട് മക്കളുടെ പ്രായം അതിൽ കൂട്ടി പറഞ്ഞ കഥയുണ്ട്. അപ്പന് 40, മകൻ 60 എഴുതി വന്നപ്പോഴേ. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു 10-60 എഴുതിക്കും എന്നങ്ങ് പറയുക. അതിനേക്കാളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അബ്രഹാമിന് പ്രായം അറിയായിരുന്നു. അല്ലാതെ ബോധമില്ലാതെ വിശ്വസിച്ചതല്ല. 100ാമത്തെ വയസ്സിൽ മക്കളുണ്ടാവുമെന്ന് വിശ്വസിച്ചത്, ഞാൻ മലയാളത്തിൽ പറഞ്ഞോട്ടെ, വെളിവില്ലാതെ അല്ല, വെളിവോടുകൂടിയാണ്. ഈ ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ ചുമ്മാവല്ലോ പറയേ നടക്കും. അങ്ങനെ പറഞ്ഞതല്ലെന്ന് ഇവിടെ എഴുതിയിരിക്കുക. ഗ്രഹിച്ചാ പറഞ്ഞത്. എന്ത് ഗ്രഹിച്ചു? നടക്കാൻ സാധ്യതയില്ലെന്ന് ഗ്രഹിച്ചു. അതല്ലേ ഇതിന്റെ അർത്ഥം? നടക്കാൻ സാധ്യതയില്ലെന്ന് ഗ്രഹിച്ചു. എന്തൊക്കെ ഗ്രഹിച്ചു? തന്റെ പ്രായവും ഭാര്യയുടെ പ്രായവും പിന്നെ പ്രസവത്തോടുള്ള ബന്ധത്തിലുള്ള സയൻസ് അയാൾക്കറിയായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം ഇനിയും എന്റെ ഭാര്യ പ്രസവിക്കുക എന്നത് മാനുഷികമായി സാധ്യമല്ല, പക്ഷെ ദൈവത്തിന് സാധിക്കും. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഇത് രണ്ടും അവൻ ഗ്രഹിച്ചിട്ടും വിശ്വാസം ക്ഷീണിച്ചില്ല. എന്റെ പ്രായം പോയി, എന്റെ ഭാര്യയുടെ പ്രായം പോയി, പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രായം പോയിട്ടില്ല. എന്റെ ദൈവത്തിന്റെ പ്രായം പോയിട്ടില്ല. അബ്രഹാം വിശ്വസിച്ചത് അവനൊരു മന്ദബുദ്ധിയായിട്ടല്ല, അവൻ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നവനായിരുന്നു. അവന്റെ പ്രായം കണക്കൂട്ടി നോക്കി, അവന്റെ ഭാര്യയുടെ പ്രായം കണക്കൂട്ടി നോക്കിയിട്ട് ഇമ്പോസിബിൾ എന്ന് 100% പറയാം. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നിട്ടും അവൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവൻ എന്താ പറയുന്നതെന്ന് അറിയാമോ? നടക്കാൻ സാധ്യതയില്ലെന്ന് എന്റെ ശരീരം പറയുന്നു, നടക്കാൻ സാധ്യതയില്ലെന്ന് എന്റെ ഭാര്യയുടെ മുഖം പറയുന്നു, നടക്കാൻ സാധ്യതയില്ലെന്ന് സയൻസ് പറയുന്നു, നടക്കാൻ സാധ്യതയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ദൈവം പറയുന്നു നടക്കുമെന്ന്. എന്റെ കാതുകളിൽ ഞാനൊരു ശബ്ദം കേൾക്കുന്നു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും, നിന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെയാകും. ഇന്ന് രാത്രി സഹോദരി, വീട്ടുകാർ പറഞ്ഞത് എടുക്കരുത്, സയൻസ് പറഞ്ഞത് എടുക്കരുത്, ദൈവത്തിന്റെ വചനം പറഞ്ഞത് എടുക്കൂ. പരിശുദ്ധാത്മാവ് പ്രവചനത്തിലൂടെയോ ദർശനത്തിലൂടെയോ വചനത്തിലൂടെയോ നിന്നോട് പറഞ്ഞ ദൂതുകൾ ഇന്ന് രാത്രി നീ ഏറ്റെടുക്കുക. നിന്റെ ബൈബിളിൽ നീ അടിവരയിട്ടിട്ടുള്ള വാക്യങ്ങളൊക്കെ ഇന്ന് രാത്രി ഒന്നുകൂടി എടുത്തിട്ട് പറയണം, ഇത് നടക്കും. എന്റെ കണ്ണുകൊണ്ട് ഞാനിത് കാണും, ഇത് ഞാൻ കാണും, എന്റെ ആയുസ്സിൽ ഞാനിത് കാണും. ദൈവം നിന്നോട് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് എഴുതിയിടണം. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതിയിടണം. നീ ഒരു ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതിയിടണം. ഇതുപോലെ പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോൾ വചനം നിന്റെ അകത്തേക്ക് തുളച്ചു കയറിയെങ്കിൽ അത് ദൈവം നിനക്ക് തന്ന ദൂരാണ്. നീ അത് എഴുതിയിട്ടോണം, അത് നടക്കും. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നടക്ക് കയറുന്ന ഡോക്ടർ പറഞ്ഞാലും നടക്ക് കയറുന്ന വീട്ടുകാർ പറഞ്ഞാൽ നീ ഇന്ന് രാത്രി ഉറക്കപ്പെട. ദൈവത്തിന്റെ വചനത്തിന് എഴുതിയിരിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. എപ്പോഴാ ദൈവപ്രവൃത്തി നടക്കുന്നത് അറിയാമോ? ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ. ദൈവപ്രവൃത്തി നടക്കുന്നത് 9 മണിക്കല്ല. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി പന്തലിൽ നടന്നുകൊണ്ടിരിക്കുക. ഗോറി 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 ഗോറി. രക്തം ജയം. അബ്രഹാം ചില കാര്യങ്ങൾ ഗ്രഹിച്ചു. ഇവിടെ നാം ഒരു മർമ്മത്തിലേക്ക് വരികയാണ്. ദൈവപ്രവൃത്തിക്ക് നിന്റെ ബുദ്ധി വേണ്ട, ദൈവപ്രവൃത്തിക്ക് സയൻസിന്റെ സപ്പോർട്ട് വേണ്ട, ദൈവപ്രവൃത്തിക്ക് മനുഷ്യരുടെ അഭിപ്രായം വേണ്ട, ദൈവപ്രവൃത്തിക്ക് കാലാവസ്ഥ വേണ്ട, മേഘം വേണ്ട, മഴക്കാറ് വേണ്ട, കാറ്റ് വേണ്ട, ഗവൺമെന്റ് അനുകൂലം വേണ്ട. നിന്റെ ആരോഗ്യവും പ്രശ്നമല്ല, നിന്റെ പ്രായം പ്രശ്നമല്ല, നിന്റെ ക്ഷീണം പ്രശ്നമല്ല. ഹല്ലേലൂയ.
നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുന്നുണ്ടോ? നന്നായി കാര്യം മനസ്സിലാകുന്നുണ്ടോ? ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നിന്റെ ശരീരത്തിൽ നടക്കുവാൻ ഈ പറയുന്നത് ഒന്നും ഒരു തടസ്സമല്ല. ഇന്ന് രാത്രി ദൈവം ചില രോഗികളെ സൗഖ്യമാക്കും. ഇന്ന് രാത്രി ചിലർ പുതിയതായി ആത്മാവിൽ നിറയും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിടുതൽ ഇവിടെ നടക്കും. ഇന്ന് രാത്രി ചില ബന്ധനങ്ങൾ തീ കൊണ്ടെന്ന പോലെ കരിഞ്ഞ് ഇവിടുന്ന് വിട്ടുമാറിപ്പോകും. പൈശാചികമായ ബന്ധനങ്ങൾ ഇന്ന് രാത്രി വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഴിഞ്ഞു മാറിപ്പോകും. ആ വിചാരത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറിപ്പോകും. ദൈവ പ്രവർത്തിക്ക് ഒരു സാഹചര്യവും പ്രശ്നമല്ല. ഗോറി ഗോറി ഗോറി. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരത്തിൽ അത് ഇപ്പോൾ വ്യാപരിക്കുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നടക്കുകയാണ്. എന്തുമാത്രം ആഴത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ അത്രയും ആഴത്തിൽ ദൈവപ്രവൃത്തി ഇന്നിവിടെ നടക്കും. ഗ്ലോറി 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 ഗ്ലോറി. ഓ ജീസസ്. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കാൻ ഞാൻ പറയുക. 2 രാജാവ് 7 വായിച്ച മനുഷ്യൻ ആ ദൈവപ്രവൃത്തി നടക്കുമ്പോൾ ഇങ്ങനെ കണ്ണുമഴിച്ച് നോക്കിയിരുന്നു ദൈവപ്രവൃത്തി കാണാൻ. ആൾക്കാരെല്ലാം ഇടിച്ചു കയറി. ഇയാൾ വീണു. ഇയാളുടെ മോളിൽ കൂടെ കയറി. അയാൾ അവിടെ കിടന്ന് ചതഞ്ഞു മരിച്ചു. നമുക്കത് വായിക്കുമ്പോൾ ആ മനുഷ്യനോടൊരു ഇഷ്ടക്കുറവുണ്ട്. പക്ഷെ നമ്മൾ അതിനേക്കാൾ ബെറ്റർ ആണോ? നമ്മൾ നടക്കുകയെന്ന് പറഞ്ഞിട്ടില്ലേ പല കാര്യങ്ങളും? തമ്പുരാനെ കാരണമുണ്ടല്ലേ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ചവിട്ട് കൊള്ളേണ്ട കാലം പണ്ടേ കഴിഞ്ഞതല്ലേ? അല്ല, സത്യസന്ധമായിട്ട് ചിന്തിച്ചാണ്. ചിരിക്കാൻ വേണ്ടിയല്ല, ചിന്തിക്കാൻ വേണ്ടിയാണ്. സ്തോത്രമല്ലേ? ദൈവത്തിന്റെ കാരണമുണ്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. പ്രൈസറോ. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇന്ന് രാത്രി നടക്കുകയെന്നുള്ള പറച്ചിലങ്ങ് നിർത്താം. പ്രൈസറോ. നമുക്ക് ഏതായാലും നടക്കുമെന്ന് തന്നെ പറയാം. നടക്കും. ഇതിൽ വലുത് നടക്കുമെന്ന് പറ. ദൈവത്തിന് ഇതിന് വലുത് ചെയ്യാൻ കഴിയുമെന്ന് പറ. ദൈവത്തിന് ഇതിന് വലുത് ചെയ്യാൻ കഴിയും. ദൈവത്തിന് ഇതിന് വലുത് ചെയ്യാൻ കഴിയും. ആ ദൈവത്തിന് ഇന്ന് രാത്രി വലിയ ചെയ്യാൻ കഴിയുമെന്ന് പറ. ഈ പന്തലിരിക്കുന്ന എല്ലാവരുടെയും വാ തുറന്ന ഇന്ന് രാത്രി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി ഇവിടെ നടക്കും. ദൈവത്തിന് ഇന്ന് രാത്രി വലിയവ ചെയ്യാൻ കഴിയും. ദൈവത്തിന് ഇന്ന് രാത്രി എന്നിൽ വലിയവ ചെയ്യാൻ കഴിയും. ദൈവത്തിന് ഇന്ന് രാത്രി എന്റെ സഭയിൽ വലിയവ ചെയ്യാൻ കഴിയും. എന്റെ രാജ്യത്ത് വലിയവ ചെയ്യാൻ കഴിയും. എന്റെ സംസ്ഥാനത്ത് ദൈവത്തിന് വലിയവ ചെയ്യാൻ കഴിയും. ഇന്ന് രാത്രി ഇന്ത്യ മഹാരാജ്യത്ത് ദൈവത്തിന് വലിയവ ചെയ്യാൻ കഴിയും. ദൈവപ്രവർത്തിക്ക് കാലാവസ്ഥ തടസ്സമല്ല. ദൈവപ്രവർത്തിക്ക് നിയമം തടസ്സമല്ല. ദൈവപ്രവർത്തിക്ക് പണം തടസ്സമല്ല. ദൈവപ്രവർത്തിക്ക് പ്രായം തടസ്സമല്ല. ദൈവപ്രവർത്തിക്ക് ആരോഗ്യം തടസ്സമല്ല. ആമേൻ. അബ്രഹാം ചില കാര്യങ്ങൾ ഗ്രഹിച്ചു. ഞാൻ വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ശാന്തമായിട്ട് പറയട്ടെ. നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് എവിടെ നിന്നാണ്? എങ്ങനെയാണ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്? സമൂഹത്തിൽ നിന്നാണ്. പിന്നെ നമ്മുടെ കണ്ണും ചെവിയും കൊണ്ടാണ്. ഇതൊന്നും വിശ്വസിക്കരുത്. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഞാൻ പറയാം. നീ കാണുന്നത് വിശ്വസിക്കരുത്, നീ വിശ്വസിക്കുന്നത് കാണണം. സ്തോത്രം. നീ കാണുന്നത് വിശ്വസിക്കരുത്, വിശ്വസിക്കുന്നത് കാണണം. വിശ്വസിക്കുന്നത് കാണണം എന്ന് പറഞ്ഞ അകത്തെ കണ്ണുകൊണ്ട് കാണുന്നത് പുറത്തെ കണ്ണുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കണം. ആമേൻ. അബ്രഹാം ചില കാര്യങ്ങൾ ഗ്രഹിച്ചു. അപ്പോൾ നാം ദിനംതോറും ഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസം കുറയ്ക്കത്തേ ഉള്ളൂ. കണ്ടും കേട്ടും നമ്മുടെ വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിൽ ഇന്ന് രാത്രി വിശ്വാസം വർദ്ധിപ്പിക്കണം. അബ്രഹാം വിശ്വാസം ക്ഷീണിക്കുന്നു എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു എന്നിവിടെ എഴുതിയിട്ടുണ്ട്? സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്തു. ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മളിപ്പോൾ ഇതുവരെ ചിന്തിച്ചത് 3 കാര്യമാണ്. ദൈവപ്രവൃത്തിക്ക് ഒരു വിശദീകരണമില്ല. ദൈവപ്രവൃത്തി എന്നും പുതിയതായിരിക്കും. 3, അതിന് സാഹചര്യം പ്രശ്നമല്ല. 4ാമത്തെ കാര്യം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 34-35.
മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ. ഒരു ദൈവ പ്രവൃത്തിയെ കുറിച്ച് കേട്ടപ്പോൾ നടക്കുകയെന്ന് പറഞ്ഞു. മറിയ ഒരു ദൈവ പ്രവൃത്തിയെ കുറിച്ച് കേട്ടപ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. സഖരിയാവ് ഒരു ദൈവ പ്രവൃത്തിയെ കുറിച്ച് കേട്ടപ്പോൾ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു. അകമ്പടി നായനും അടി കിട്ടി, സഖരിയാവിനും അടി കിട്ടി, മറിയയ്ക്ക് അടി കിട്ടിയില്ല. സഹോദരിമാരായതുകൊണ്ടാണോന്നും എനിക്കറിയാൻ മേല. ഞാൻ വേദപുസ്തക പ്രകാരം വിശദീകരണം തരാം. അകമ്പടി നായകൻ നടക്കുകയെന്നാ പറഞ്ഞല്ല, എങ്ങനെ നടക്കുമെന്നല്ല ചോദിച്ചത്, നടക്കുകയെന്നാ പറഞ്ഞു. നടത്തി കാണിച്ചാലും പുള്ളി വിശ്വസിക്കുക. അപ്പൊ പുള്ളിക്ക് അങ്ങനെ നെഗറ്റീവ് ആകണം നിർബന്ധമുണ്ട്. അപ്പൊ പുള്ളി അങ്ങനെ പോയാലേ പറ്റുള്ളൂ. എന്നാൽ സഖരിയാവ് ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും. സഖരിയാവിന് അന്നേരം ഒരു അടി. ആ അടി വളരെ കട്ടിയായിപ്പോയി. ഞാൻ വേദോസം പഠിച്ചിട്ട് അതുപോലെ അടി കിട്ടിയിട്ട് ആരുമില്ല. സഖരിയാവിനെ കുറിച്ച് ബൈബിളിൽ വായിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ഒരു 5-8 നല്ല ഗുണങ്ങൾ ആ മനുഷ്യനിൽ പറയാനുണ്ട്. ഭക്തനായ മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ, ദീർഘവർഷം പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിന് വേണ്ടി. ആ കുഞ്ഞിനെ കിട്ടാൻ നേരത്തെ ഒരു അടിയും കൂടെ കിട്ടി. ഈ നന്മ വരുമ്പോഴാ അടി, ഓർത്തോണം. സ്തോത്രം. സത്യദൂതായി പറയും, പ്രാർത്ഥനയുടെ മറുപടി ഒരു നന്മയായി വരുമ്പോൾ അടിയും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുങ്ങിയിരുന്നോ. സഖരിയാവ് പെട്ടെന്ന് ചോദിച്ചത് എങ്ങനെ നടക്കും, എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ പറയാം, ഞാൻ കളി പറയാമെന്നല്ല, ഞാൻ പറഞ്ഞത് നടന്നിരിക്കും. സ്വതന്ത്രം. പിന്നെ ഒരു കാര്യം ചെയ്തോ, നിനക്കത് വിശ്വസിക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് നടക്കുന്നവരെ നീ ഇനി മിണ്ടണ്ട. 9 മാസം വാ തുറക്കാൻ പറ്റിയില്ല. അതിനകത്തൊക്കെ ആത്മീയ കാര്യങ്ങളുണ്ടെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ പറയാം, വ്യക്തമാക്കാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഇപ്പോഴത്തെ മോഡേൺ സയൻസ് പറയുന്നത് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്നാണ്. ഈ കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ആത്മാവിൽ നിറഞ്ഞില്ലേ, നിറഞ്ഞു. അപ്പോ ഒരു നല്ല മിഷണറി ജനിക്കാനുള്ള വീട്ടിൽ അതിനുള്ള അന്തരീക്ഷം വേണം. ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളി ഇങ്ങനെ അവിശ്വാസം പറഞ്ഞാൽ പുള്ളിക്കാർക്ക് അതിന്റെ മറുപടിയും പറയും. ഇതെല്ലാം ഈ കൊച്ചിനെ ബാധിക്കും. ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കാ ഈ യോഹന്നാൻ. ഈ കൊച്ചിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി 2 കൈ കൂടെ കൂട്ടിക്കൊട്ടിയാലേ ഒറ്റ കേൾക്കുള്ളൂ, ഒരാളും ഉണ്ടാതിരിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഈ അവിശ്വാസം ആ വായി വരുന്നെങ്കിൽ ദൈവത്തെ ഓർത്ത് വായി വെള്ളം ഒഴിച്ചോണ്ടിരിക്കും. സ്തോത്രം പറയാൻ പറ്റുന്നവർ മാത്രം. വീട്ടിലൊക്കെ പരീക്ഷിക്കുന്നത് നല്ലതായിട്ട്. നമ്മൾ യോഗത്തിൽ ഇരിക്കുന്ന പോലെ വീട്ടിലിരിക്കാൻ നോക്കാം. ഏത് അന്തരീക്ഷത്തിൽ സ്തോത്രം ചെയ്യാൻ പഠിക്കണം. കുഞ്ഞുങ്ങളോട് ദോഷം ചെയ്യാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ് ദൈവത്തെ ഓർത്ത് വിശ്വാസം തന്നെ പറ. കുഞ്ഞുങ്ങൾക്ക് ഗുണമായിട്ട് വരട്ടെ, നിങ്ങളുടെ മക്കൾക്ക് നന്മ വരട്ടെ. ദൈവം സഖരിയാവിന്റെ വീട്ടിൽ നിന്ന് എന്താ പഠിപ്പിക്കുന്നറിയാവോ? നടക്കുകയെന്ന് കൂടെ പറയുന്ന ഈ മനുഷ്യൻ കുറെ നാൾ മിണ്ടാതിരുന്നാൽ ഈ കൊച്ചിന് നല്ലതാണ്. അതുകൊണ്ട് മിണ്ടണ്ടോ. 9 മാസം വേണ്ടി ഈ മറിയയുടെ അടുക്കൽ ദൂരം ചെന്നു. മറിയെ അങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും അടിച്ചില്ല. അതിന് കാരണമുണ്ടോ? മറിയ ഒന്നാമത്തെ കാര്യം കൊച്ചു പെൺകുട്ടിയാണ്, കല്യാണം കഴിക്കാത്തോളം. കല്യാണം കഴിക്കാത്ത ഒരു ആൾക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറയുമ്പോൾ അതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിനകത്ത് ന്യായമുണ്ട്. കാരണം അത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. മാത്രമല്ല അങ്ങനെ ഒരു കാര്യം മുമ്പ് നടന്നിട്ടില്ല. ഇന്ന് സഖരിയാവിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ, സഖരിയാവ് വേദോസം അറിയാവുന്ന ആളല്ലേ, 10-70 കൊല്ലമായിട്ട് ഇത് പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളല്ലേ. സ്തോത്രം. പിന്നെ പുള്ളിയേക്കാൾ പ്രായമുള്ള അബ്രഹാമിന് മക്കളുണ്ടായ കാര്യം പുള്ളി ഇതിനു മുമ്പൊക്കെ ബൈബിളിൽ എടുത്തിട്ടുള്ളതല്ലേ അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അടി കൊടുക്കണ്ടേ? അപ്പൊ അതുകൊണ്ടാ കൊടുത്തത്. ഇനി ദൈവം ഒരു കാര്യം അനീതിയോടെ ചെയ്യുന്നില്ലല്ലോ, എല്ലാം ദൈവം കറക്റ്റായിട്ടാ ചെയ്യും. പിന്നെ നമ്മളെയൊക്കെ പലപ്പോഴും അടിക്കാതെ വിടുന്നതാണ് ദൈവത്തിന്റെ കരുണ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്.
എത്രയോ കാര്യങ്ങൾ പിന്നെയും വെറുതെടുത്തിട്ടുണ്ട്, അവിശ്വസിച്ചിട്ടുണ്ട്. അയ്യോ, പിന്നെയും ദീർഘക്ഷമ കാണിച്ചല്ലേ നമ്മെ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. മറിയ ഇങ്ങനെ വിഷമിച്ച് സംശയിച്ചൊക്കെ നമ്മൾ ദൂതൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഒരു കാര്യം ചെയ്തോ, ദൈവപ്രവൃത്തിയെ കുറിച്ച് സംശയം ഉണ്ടെങ്കിലേ എലിസബത്തിന്റെ അടുക്കച്ചല്ലേ, അവരുടെ വീട്ടിൽ ദൈവപ്രവൃത്തി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ എന്റെ പൊന്നെ, മറിയ പിറ്റേ ദിവസം എഴുന്നേറ്റ് മലനാട്ടിലേക്ക് പോയെന്നാ വീട് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് വീട്ടിൽ പോയി ലൂക്കോസ് ഒന്ന് വായിക്കണം. ബന്ധപ്പെട്ട മലനാട്, മലനാട് എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ച് എന്ന്. ഹൈറേഞ്ചിലൊക്കെ പോണേ എന്നാ യാത്രാ ക്ലാസ്സുള്ള സ്ഥലം നോക്കി. ആ കാലത്ത് എന്തിനു പോവുക? ദൈവപ്രവൃത്തി കാണാൻ. സ്വതന്ത്രം. തമ്പുരാനൊരു ദൂത് പറഞ്ഞു. ഈ ദൂതിന്റെ കാര്യം വീട്ടിൽ ഷെയർ ചെയ്താൽ ഗുണമില്ല. കാരണം വീട്ടിലുള്ളവർക്ക് അത്രയും പക്വത വന്നിട്ടില്ല. അത് ഇവള് പറയാൻ പോണ കാര്യം ഭൂമിയിൽ ആരും വിശ്വസിക്കത്തില്ല. അതൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ആരോടെ പറയാ? അപ്പോഴാ പറഞ്ഞത് പൊക്കോ മലനാട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവള് കഷ്ടപ്പെട്ട് ഹൈറേഞ്ചിൽ പോയി. അവിടെ ചെന്ന് ആ വിറ്റത്തോട്ട് കയറിയ വഴി അല്ലേറിയാന്ന് പറഞ്ഞു മറിയ. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം വെച്ച് ഞാനെങ്കിൽ വ്യാഖ്യാനിക്കുക. ഉടനെ എലിസബത്ത് പറയാ, നിന്റെ അല്ലേറിയ എന്റെ ചെവി വീണപ്പോ പിള്ള തുള്ളാൻ തുടങ്ങി. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ ക്ഷമിക്കണം, താഴെ വായിച്ചറിയാം. തള്ളയും തുള്ളി. പിള്ള മാത്രമല്ല, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിളിച്ചു പറഞ്ഞത്. ഹല്ലേലൂയ. മറിയയുടെ ഒരു ഒറ്റ സ്തോത്രത്തിൽ ആ വീട്ടിലുള്ള ഒരു ആത്മാവിലായി. കണ്ടോ പുസ്തകത്തിലുള്ള കാര്യം പറയുന്നത്. എല്ലാം ഇടച്ച് സക്കറിയാവിന്റെ ഭാര്യ എലിസബത്ത് മറിയോട് പറയുക, കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി വരുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മൾ ഇന്ന് ഒടുവിൽ അതും കൂടെ വായിച്ചിട്ടാണ് ഫിനിഷ് ചെയ്യാൻ പോണത്. ദൈവപ്രവൃത്തിയെ കുറിച്ചുള്ള ദൂത് വായിച്ചോ. ലൂക്കോസ് 1:45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞു. ഇനി ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇത് വീട്ടിൽ പോയി ഒന്നോടെ പണ്ടൊക്കെ വായിച്ചാണെങ്കിൽ ഇന്നിപ്പോ മനസ്സിലാണെങ്കിൽ ഒന്നോട് വായിക്കേണ്ടി വരും. എന്നാൽ ഞാനങ്ങ് പറയാം. പ്രായമുള്ള എലിസബത്ത് യൗവനക്കാരിയായ മറിയെ നോക്കിയിട്ട് പറയുകയാണ്, എടി കൊച്ചേ, നീ ഭാഗ്യമുള്ളോളാം. എന്താ ഭാഗ്യം? കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി വരുമെന്ന് നീ വിശ്വസിച്ചു. ഇത് പറയുമ്പോൾ എലിസബത്തിന്റെ മനസ്സിൽ എന്നാണെന്നറിയാവോ? വിശ്വസിക്കാത്ത ഒരുത്തിന് ഇവിടെയുണ്ട്. മാസം 6 ആംഗ്യം കാണിച്ചോണ്ടിരിക്കും. എന്റെ ഒന്നുകുഞ്ഞ് നീ ഭാഗ്യമുള്ളത് തന്നെ. ഇവിടെ ഒരു മനുഷ്യനുണ്ട്, വലിയ വചനമൊക്കെ അറിയാവുന്ന പുള്ളിയാ. ആംഗ്യമായിപ്പോ ചായ എന്ന് എഴുതി കാണിക്കുക. നീ ഭാഗ്യമുള്ളത് തന്നെയാ. നമ്മളിത് വായിക്കുമ്പോ അതിന്റെ എഴുതിയതിന്റെ അടിയിലത്താണ് വായിക്കേണ്ടത്. ആ എഴുതിയതിന്റെ അകത്തൊരു കാര്യം കിടപ്പുണ്ട്. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എന്റെ മോളെ, നിന്നേക്കാൾ വചനമറിയാവുന്ന ഞങ്ങളുടെ വീട്ടിലെ അച്ഛേ, വേണ്ട വിശ്വസിക്കാത്തതിന്റെ ശിക്ഷ 6-7 മാസമായിട്ട് അനുഭവിച്ചോണ്ട് കിടക്കുക. നീ ഭാഗ്യമുള്ളവള് തന്നെ. ഓ, നീ ഭാഗ്യമുള്ളവള് തന്നെ. നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് വിശ്വസിച്ചത്, നമ്മുടെ നിർഭാഗ്യം എന്ന് പറയുന്നത് വിശ്വസിക്കാത്ത. സ്തോത്രം, സ്തോത്രം. എന്നോ ആരൊക്കെയോ വിശ്വസിച്ചതിന്റെ ഫലമായി ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ആരൊക്കെയോ എന്നൊക്കെയോ എന്തൊക്കെയോ വിശ്വസിച്ചതിന്റെ ഫലമാണ് ഇന്ന് രാത്രി ഇവിടെ കാണുന്നത്. നിന്റെ ഹൃദയത്തിൽ അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം ഇന്ന് രാത്രി മാറട്ടെ. നമ്മൾ ഈ മെസ്സേജിന്റെ ഒടുവിലത്തെ ഭാഗം വീണ്ടും ശ്രദ്ധിക്കാം. ലൂക്കോസ് 1:35, 34, 35 ഒന്നുകൂടെ വായിച്ച. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മതി. 4ാമത്തെ കാര്യം ഇതാണ്. ദൈവപ്രവർത്തിക്ക് ഒരു ദൈവിക വിശദീകരണമുണ്ട്. ദൈവപ്രവർത്തിക്ക് ഒരു ദൈവിക വിശദീകരണമുണ്ട്. അതായത് മറിയ ചോദിച്ചത് എങ്ങനെ നടക്കും? ഉത്തരം,
എങ്ങനെയാ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചോണം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ സംഭവിക്കും. എങ്ങനെ നടക്കും? ഇങ്ങനെ നടക്കും. എപ്പോൾ നടക്കും? ഇപ്പോൾ നടക്കും. ആരുടെ മേൽ നടക്കും? വിശ്വസിക്കുന്നവരുടെ മേൽ നടക്കും. എങ്ങനെ നടക്കും? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നടക്കും. അത്യുന്നതന്റെ ശക്തി നിഴലിടുമ്പോൾ നടക്കും. അത്യുന്നതന്റെ ശക്തി നിഴലിടുക എന്ന് പറഞ്ഞാൽ കഴുകൻ പറക്കുന്നതിന്റെ നിഴല് താഴെ വരും. മരങ്ങളുടെ തണല് നിങ്ങൾ കണ്ടിട്ടുണ്ട്. 91 സങ്കീർത്തനത്തിൽ സർവശക്തന്റെ നിഴലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിഴലിൽ പാർക്കുന്നവന് ഒരനർത്ഥവും ഭവിക്കുകയില്ല, ഒരു ബാധയും കൂടാരത്തിന് അടുക്കുകയില്ല. ഇതെല്ലാം നിഴലിന്റെ കീഴിലുള്ളവർക്ക്. എന്നാൽ പുതിയ നിയമത്തിൽ മറ്റൊരു നിഴലുണ്ട്. പത്രോസിന്റെ നിഴല് തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യം. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം: സർവശക്തന്റെ നിഴലിൽ നിന്നവന്റെ നിഴല് തട്ടി രോഗി സൗഖ്യം. അപ്പൊ ആ നിഴലിന് ശക്തിയുണ്ട്. സർവശക്തന്റെ നിഴലിൻ കീഴിൽ നിന്നവന്റെ നിഴല് തട്ടിയപ്പം രോഗി സൗഖ്യം. ഓ, അങ്ങനെയാണെങ്കിൽ ആ നിഴലിന് ശക്തിയുണ്ട്. ദൈവപ്രവൃത്തി എങ്ങനെ നടക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എപ്പോ? ഇന്ന് രാത്രി സംഭവിക്കും. ബലഹീനത വിഷയമല്ല, രോഗം വിഷയമല്ല, പ്രായം വിഷയമല്ല, സമയം വിഷയമല്ല, ധനം വിഷയമല്ല, മതം വിഷയമല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അത് സംഭവിക്കും. ദൈവപ്രവൃത്തി എങ്ങനെ സംഭവിക്കും? അത് അങ്ങനെ സംഭവിക്കും. അതിന് പ്രായം വിഷയമല്ല, സാഹചര്യം വിഷയമല്ല. അതെന്നും പുതിയതാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു പുതിയ കാര്യം ചെയ്യാൻ ദൈവത്തിന് കഴിയും. കണ്ണുകളടയ്ക്കാം, കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവപ്രവൃത്തി നടക്കാൻ എങ്ങനെ സംഭവിച്ചു? ജീവിതത്തിലെ ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, അനർത്ഥങ്ങളൊക്കെ ദൈവപ്രവൃത്തി നടക്കാനുള്ള ഒരു വഴിയായി മാറുകയാണ്. ഇന്ന് രാത്രി ഈ പന്തലിൽ ദൈവപ്രവൃത്തി നടക്കട്ടെ. ഇന്ന് രാത്രി ഓരോ ശരീരത്തിലും ദൈവപ്രവൃത്തി നടക്കട്ടെ. ഓരോ വ്യക്തിയിലും നടക്കട്ടെ. ഓരോ കുടുംബത്തിലും നടക്കട്ടെ. ഓരോ സഹോദരന്മാരിലും നടക്കട്ടെ. ഓരോ സഹോദരിമാരിൽ നടക്കട്ടെ. കുഞ്ഞുങ്ങളിൽ നടക്കട്ടെ. പ്രായമുള്ളവരിൽ നടക്കട്ടെ. ദൈവപ്രവൃത്തി, 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 ദൈവപ്രവൃത്തി. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കുമെന്ന് കർത്താവ് ചോദിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. തടുക്കാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ അത് സംഭവിക്കും. ഇന്നലെ വരെ നടക്കാത്തത് ഇന്ന് രാത്രി നടക്കും. ഇന്നലെ വരെ നീ അന്യഭാഷയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി നാവെടുത്ത് സംസാരിക്കും. ഇന്നലെ വരെ നിനക്ക് രോഗമാണെങ്കിൽ ഇന്ന് രാത്രി അത് മാറിപ്പോകും. നടുവേദനയാണെങ്കിൽ അതിനെക്കുറിച്ച് നീ ഭാരപ്പെടരുത്. മാനസികമായി തകർന്ന ആളാണെങ്കിൽ ഇന്ന് രാത്രി നീ അത് മറക്ക്. ദൈവപ്രവൃത്തി ഇവിടെ ഇന്ന് രാത്രി വെളിപ്പെടും. Glory to God. Hallelujah, hallelujah. എല്ലാ കണ്ണുകളും അടയ്ക്കാം. വചനം വിശ്വസിച്ചാട്ടെ. അബ്രഹാമിന് പ്രായം ദൈവത്തിന് വിഷയമല്ല. സാറായെ, നിന്റെ പ്രായം എന്റെ ദൈവത്തിന് വിഷയമല്ല. നിന്റെ കുഞ്ഞിന്റെ ബലഹീനത ദൈവത്തിന് വിഷയമല്ല. നിന്റെ സാമ്പത്തിക പ്രശ്നം ദൈവത്തിന് വിഷയമല്ല. ഇന്ന് രാത്രി ദൈവപ്രവൃത്തിയെ തടയാൻ ഒരു ശക്തിക്ക് കഴിയയില്ല. പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല. ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ചെറുവക്കൽ കൺവെൻഷന് വന്ന നിന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടും. ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം ആരാധിക്കാം. കണ്ണുകൾ അടച്ചാട്ടെ. ഈ വചനത്തിന്റെ മുൻപിൽ ദൈവപ്രവൃത്തിക്കായി സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾ പുതുതായി വന്നയാളാണെങ്കിൽ ദൈവപ്രവൃത്തി ഇന്ന് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തട്ടെ. നിന്റെ ജീവിതം ഒന്ന് വിട്ടുകൊട്. പിടിച്ചു വെക്കാതെ സ്വാതന്ത്ര്യത്തോടെ വിട്ടുകൊട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരട്ടെ. അത്യുന്നതന്റെ ശക്തി ഒരു കാറ്റ് പോലെ നിന്റെ മേൽ അടിക്കട്ടെ. അത്യുന്നതന്റെ ശക്തി പന്തലിൽ നിഴലിടട്ടെ. കർത്താവേ, ഇന്ന് രാത്രി ഈ ജനത്തെ തൊടണമേ.
പരിശുദ്ധാത്മാവേ ഇവിടേക്ക് വ്യാപരിക്കണമേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനെ തന്നെ നൽകിയിരിക്കുന്നത് ഇന്ന് രാത്രി ഇവിടെ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി ഇവിടെ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവെ പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം മുതൽ വ്യാപരിക്കണമേ. ദൈവാത്മാവെ വ്യക്തികളെ സ്പർശിക്കണമേ. അവരുടെ ശരീരത്തിൽ നിന്ന് ബന്ധനം അഴിഞ്ഞു മാറട്ടെ. അവരുടെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ഇന്ന് രാത്രി താഴെ വീഴട്ടെ. അവരുടെ നാവിന്റെ ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. രാത്രി പന്തലിൽ വ്യാപരിക്കും. നിശ്ചയമായും ദൈവപ്രവൃത്തി ഇവിടെ നടക്കും. എന്തൊക്കെ നടക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും തലയിൽ കൈവെക്കാൻ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കഴിയില്ല. എന്നാൽ ദൈവത്തിന്റെ കൈ ഇന്ന് രാത്രി നിന്നെ തൊടും. ദൈവത്തിന്റെ കൈ ഇന്ന് രാത്രി നിന്നെ തൊടും. നിശ്ചയമായും നീ ഒരു പുതിയ മനുഷ്യനായി മാറും. നിരാശ മാറിപ്പോകും. അത് എങ്ങനെയെന്ന് ചോദിക്കരുത്, എങ്ങനെയെന്ന് ചോദിക്കരുത്. ദൈവം ഒന്ന് ചെയ്യാൻ പോവുക. അല്പനേരം എല്ലാവരും കണ്ണുകളടച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് നിന്നാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വ്യാപരിക്കട്ടെ. പാട്ട് പാടുന്നതിന് മുമ്പ് അല്പനേരം ദൈവത്തെ സൂചിച്ചുകൊണ്ട് നിന്നാണ്. പരിശുദ്ധാത്മാവേ പന്തലിൽ വ്യാപരിക്കണമേ. ദൈവാത്മാവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവാത്മാവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവാത്മാവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ദൈവാത്മാവേ നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കഴിവില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ അപര്യാപ്തമെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ സമ്മതിക്കുന്നു. ഓ കാറ്റ് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്നു. ദൈവത്തിന്റെ കാറ്റ് രാത്രി പന്തലിൽ വീശണമേ. ദൈവത്തിന്റെ രാത്രി പന്തലിൽ വീശണമേ. ദൈവത്തിന്റെ കാറ്റ് രാത്രി പന്തലിൽ വീശണമേ. പുറത്തെ അർത്ഥത കർത്താവേ രാത്രി രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഈ പന്തലിൽ നടുവിൽ നിൽക്കുന്ന സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പന്തലിൽ നിൽക്കുന്ന സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ആർക്കും തടക്കാൻ കഴിയാത്ത, പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഈ പന്തലിലേക്ക് ദൈവം അയക്കണമേ, അയക്കണമേ, അയക്കണമേ. നീന്തി കല്ലാതെ കടപ്പാൻ മതിയാത്ത ഒരു വലിയ പ്രവാഹം നിന്റെ രാത്രിയുടെ ആരാധനയ്ക്ക് തടസ്സമായി യാതൊരു ഇരുക്കുന്ന ശക്തികൾ നിർവീര്യമാകട്ടെ, 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 നിർവീര്യമാകട്ടെ. ജനത്തിന്റെ നാവിലെ കെട്ടിൽ അഴിയട്ടെ. ജനത്തിന്റെ നാവിൽ സൗഖ്യം പ്രാപിക്കട്ടെ.
Shema.